പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തെ അതിൻ്റെ സ്വാഭാവികമായ പ്രകൃതിപക്ഷപരമായ എല്ലാ സംവിധാനങ്ങളെയും നിയമങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ സർഗശേഷിയെ, അതിലെ മനുഷ്യോർജത്തെ തെറ്റായി നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ശ്രീനാരായണ ഗുരു അതിനെ ശരിയായി നയിക്കാൻ വേണ്ടി ഒരു ദർശനവും ഒരു പ്രവർത്തന പരിപാടിയും ആവിഷ്കരിച്ചത്. അതാണ് കേരളത്തെ ഇന്നത്തെ കേരളമാക്കി പരിവർത്തനം ചെയ്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. അത് നിങ്ങൾക്കെല്ലാം അറിവുള്ളതായിരിക്കും. ഇവിടെ പ്രിയപ്പെട്ട ശിവാനന്ദ സ്വാമികളുണ്ട്, മറ്റ് പ്രഗത്ഭരായ ഒരുപാട് പേര് വേദിയിലും സദസ്സിലുമുണ്ട്. നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ സാമൂഹ്യമായ നന്മ സമൂഹത്തിന് കിട്ടാവുന്ന തരത്തിൽ ഒരു വിതരണക്രമം സൃഷ്ടിക്കുകയും ചെയ്ത ധാരാളം പേര് അതിനുശേഷം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിച്ഛേദം ഇവിടെയുണ്ട്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1855-ലാണ്. അതിനുശേഷം അദ്ദേഹം തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യജീവിതത്തിൽ വന്നുപെട്ട തെറ്റുകളെ കുട്ടിക്കാലത്ത് തന്നെ സാധാരണ ഒരു കുട്ടി ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ഉൾക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ളവരാണ് സമൂഹത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഗവേഷണത്തിന് തൻ്റെ തലച്ചോറിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച ആ കാലത്ത് ജീവിച്ച ഒരു അത്ഭുത സ്വഭാവമുള്ള കുട്ടിയായിരുന്നു ശ്രീനാരായണ ഗുരു ആകുന്നതിന് മുമ്പുള്ള നാണു എന്ന പേരിൽ അറിയപ്പെട്ട ആ കുട്ടി. അദ്ദേഹം ഒരുപാട് സമയം ചിന്തയ്ക്ക് ചെലവഴിച്ചു. ജപ്പാൻകാരുടെ ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാൽ, നാവിനെ കെട്ടിയിടുക, തലച്ചോറിൻ്റെ കെട്ടഴിക്കുക. നമ്മൾ നേരെ തിരിച്ചാൽ, നമ്മൾ നാവിൻ്റെ കെട്ടഴിക്കുകയും തലച്ചോറിനെ കെട്ടിയിടുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു ജനതയ്ക്ക് വളരാൻ പറ്റുകയില്ല. ആ കാലത്തെ മനുഷ്യൻ അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് മഹാഭൂരിപക്ഷം മനുഷ്യർ, അധ്വാനിക്കുന്ന മനുഷ്യർ, അവർ നാവിനെ കെട്ടിയിടുകയും അവരെ തലച്ചോറിന് ചുറ്റുപാടുമുള്ള തെറ്റുകളെ തിരുത്താൻ വേണ്ടിയുള്ള ബൗദ്ധിക പ്രവർത്തനങ്ങളിലേക്ക് നിക്ഷേപിക്കാതിരിക്കുകയും ചെയ്യും. അവിടെയാണ് ഒരു കുട്ടി എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ വിലങ്ങ് വെച്ച പോലെ ചലനമില്ലാതെ നിൽക്കുന്നത് എന്ന് ഒരു കുട്ടി ചിന്തിച്ചു. അപ്പോൾ അത്തരം ചിന്തകളെ ഒരു സമൂഹം ഒരിക്കലും, പ്രത്യേകിച്ച് തെറ്റുകളോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം, അത്തരം ചിന്തകളോട് പൊരുത്തപ്പെടാൻ പ്രയാസം. എപ്പോഴും അങ്ങനെയാണ്. നിങ്ങളുടെ കുട്ടി വ്യത്യസ്തമായി ചിന്തിച്ചാൽ അമ്മയ്ക്കത് സങ്കടമായിരിക്കും. അതായത് അവൻ ചുറ്റുപാടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണല്ലോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എവൾ സമൂഹത്തെ അതിൻ്റെ മൂല്യങ്ങളെ അനുസരിക്കാതാണല്ലോ മുമ്പോട്ട് പോകുന്നത്. അതൊരു വിഷമമായിരിക്കും. അതിനോട് സമൂഹം പൊതുവെ യോജിക്കുകയില്ല. അപ്പോൾ ആ കാലത്ത് സമൂഹത്തിൽ ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു. അധ്വാനിക്കുന്ന മനുഷ്യന് ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. വഴി നടക്കാനോ വായെടുക്കാനോ അമ്പലത്തിൻ്റെ മുന്നിലൂടെ നടക്കാനോ ദൈവത്തെ വിളിക്കാനോ നല്ലത് കേൾക്കാനോ മീശ വയ്ക്കാനോ മാലയിടാൻ, മാലയൊന്നും മേടിക്കാൻ കാശുണ്ടായിരുന്നില്ല, എന്തെങ്കിലും ഒരു മാല മേടിച്ചിടാനോ
മുടിയൊന്ന് കെട്ടാനോ പൂ ചൂടാനോ ഒന്നിനും അവകാശമില്ലാത്ത ഒരു ജനതയായിരുന്നു. പശുവും പാല് കുടിക്കാനുള്ള അവകാശം പോലും താഴെത്തട്ടിലെ മനുഷ്യനുണ്ടായിരുന്നില്ല. പശുവിനെ വളർത്താനുള്ള അവകാശം ഉണ്ടായിരുന്നു, പശുവിനെ അടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, പാല് കുടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. കാരണം പാല് കുടിച്ചു പോയാൽ അന്നത്തെ പശുക്കളുടെ എണ്ണവും പാല് കുടിക്കുന്ന വലിയവരുടെ എണ്ണവും അനുസരിച്ച് വലിയവർക്ക് പാല് കുടിക്കാൻ കിട്ടുമായിരുന്നില്ല. അതുകൊണ്ടാണ് ചെറിയവർ പാല് കുടിക്കരുത്, പാല് കുടിക്കുന്നതൊരു തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചതും. പാല് എന്ന് പറയുന്നത് വിശുദ്ധമായ ഒരു പാനീയമായതുകൊണ്ട് അത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും സവർണർക്കും മാത്രം കുടിക്കാൻ അവകാശമുള്ള ഒന്നാണെന്നും അവർക്ക് പാല് തരുന്ന പശുവിനെ വളർത്താൻ അവകാശം നിങ്ങൾക്കുണ്ടെന്നും നിങ്ങൾക്ക് പശുവിൽ നിന്നുള്ള മാക്സിമം അവകാശം പശുവിൻ്റെ ചാണകവും മൂത്രവുമാണെന്നും ഒരു രീതി നിലനിന്ന കാലമായിരുന്നു. അതിനെതിരെ ആദ്യം ഇവിടെ ആലപ്പുഴക്കാർക്കുണ്ടെങ്കിൽ അറിയാം, അതിനെ ആദ്യം നിഷേധിച്ച ഒരു പിന്നോക്കക്കാരൻ തണ്ണീർമുക്കത്തെ കിട്ടൻ എന്ന് പറയുന്നയാളാണ്. അത് കൊച്ചി മാനുവലിലുണ്ട്. അപ്പം ഞാൻ അത് പറഞ്ഞു, അതായത് ആ സമൂഹം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് പറഞ്ഞത്. അന്ന് ഈ മുട്ടിന് താഴെ മുണ്ട് ഉടുക്കരുത് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആകെ ഉൽപ്പാദിപ്പിക്കുന്ന മുണ്ട് നല്ലതുപോലെ ഉടുത്താൽ അത് തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും ഉടുത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മുണ്ട് ശരിയായി ഉടുത്താൽ ആ മുണ്ട് ഉൽപ്പാദിപ്പിക്കാത്ത ഒരു കാലമായിരുന്നു. അതുകൊണ്ട് പിന്നോക്കക്കാരായ ഈഴവർ മുതലുള്ളവർ മുട്ടിന് മേൽ 2 ഇഞ്ച് കയറ്റി, നായർ മുതലുള്ളവർ മുട്ടിന് താഴെ 2 ഇഞ്ച് താഴ്ത്തിയും ഉടുക്കണമെന്നും മാറ് മറയ്ക്കരുതെന്നും മേൽമുണ്ടുണ്ടാവരുതെന്നും ഒക്കെ നിശ്ചയിച്ചു. ഇത് അന്നത്തെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് നിന്നാണ്. അതായത് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാലത്തെ സുഖിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നവർ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നതേ താഴെയുള്ളവർ ഉപയോഗിക്കാവൂ എന്നത് നിയമം മൂലം ഒരു സംസ്കാരവും ജീവിത രീതിയുമാക്കി മാറ്റും. ഇപ്പോഴങ്ങനെയല്ല, നിങ്ങൾ 4 മുണ്ട് കൂടുതൽ മേടിക്കണമെന്നാണ് പറയുന്നത്. കാരണം എന്നാലേ ഈ യന്ത്രങ്ങളുണ്ടാക്കുന്ന മില്ലുകളുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് ചെലവഴിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഉപയോഗിക്കുകയാണ് ഇന്നത്തെ മുദ്രാവാക്യം. എന്നാൽ നിങ്ങൾ കുറച്ചേ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് അന്നത്തെ മുദ്രാവാക്യം. ഇതെല്ലാം ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന് ഇതിൻ്റെ ഒരു പൊരുത്തക്കേട്, ഒരു മാനവികതയില്ലായ്മ, അതിലൊരു പ്രകൃതിപക്ഷ നിരാകരണം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവർക്കും ആ കാലത്ത് സംസ്കൃതം അറിയാമായിരുന്നു. അതുകൊണ്ട് സംസ്കൃതം പഠിച്ചു, തമിഴ് പഠിച്ചു, അതിലെ കാവ്യങ്ങളും വ്യാകരണ ഗ്രന്ഥങ്ങളുമൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് അന്ന് ഈ എറണാകുളം മുതൽ തെക്കോട്ടെടുത്താൽ ഈ കുറച്ച് വസ്തുക്കളും ഏതെങ്കിലും കച്ചവടം അതിലൂടെയൊക്കെ പണവും അല്ലെങ്കിൽ കൃഷിയിലൂടെ തന്നെ സമ്പാദ്യമുള്ള അപൂർവം ഈഴവ തറവാടുകളെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈഴവ തറവാടുകളിൽ കൂടുതലുണ്ടായിരുന്നത് ഈ ഹരിപ്പാട് മുതൽ പരവൂർ വരെയായിരുന്നു. ആലപ്പുഴ ജില്ലയുടെ ഹരിപ്പാട് മുതൽ കൊല്ലം ജില്ലയിലെ പരവൂർ വരെയായിരുന്നു. അവിടെ ഏതാണ്ട് ആ പ്രദേശം എടുത്താൽ നായർ തറവാടുകളും ഈഴവ തറവാടുകളും ഏതാണ്ട് സമമായി. അതുകൊണ്ടാണ് ആ പ്രദേശത്താണ് കേരളത്തിൽ നായർ ഈഴവ അടി മിക്കവാറും എപ്പോഴും നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപോലുള്ള 2 പേർ തമ്മിൽ വ്യത്യാസം ആര് പറഞ്ഞാലും അവിടെ തർക്കം ഉണ്ടാവും. പക്ഷെ വളരെ പാവപ്പെട്ടവർ മാത്രം താമസിക്കുന്നിടത്ത് നീ ഇത് അനുസരിക്കണമെന്ന് പറഞ്ഞാൽ തർക്കം ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഈ പരവൂർ ഈ ഹരിപ്പാട് മേഖലയിൽ ഇങ്ങനെ നിരന്തരം ഈഴവ ചെറുപ്പക്കാരും നായർ ചെറുപ്പക്കാരും തമ്മിൽ അടിയുണ്ടാവുമ്പം ഒരിക്കൽ ശ്രീനാരായണ ഗുരു കൊല്ലത്തൊരു വീട്ടിൽ വന്നിരിക്കുമ്പം കുറച്ച് ഈഴവ ചെറുപ്പക്കാർ അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ നിരന്തരം വഴക്ക് കൂടുകയാണ്, തല്ലുകൂടുക. അപ്പോൾ ശ്രീനാരായണ ഗുരു ചോദിച്ചു, എന്താ അതിൻ്റെ കാര്യം? അത് ഞങ്ങളുടെ നല്ല പെൺകുട്ടികൾ പോകുമ്പം അവന്മാർ കമൻറ്റ് പറയും. അപ്പോൾ അത് ശരിയാണോ? അപ്പം നിങ്ങളെന്ത് ചെയ്യും? അതുകൊണ്ട് അവന്മാർ പെൺകുട്ടികൾ പോകുമ്പം ഞങ്ങളും കമൻറ്റ് പറയും.
അപ്പോൾ പിന്നെ അടിയുടെ കാരണം വേറെ വേണ്ടല്ലോ. അതായത് അടി ഉണ്ടാവണമെങ്കിൽ ഒരു ചെറിയ കാര്യം. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞു, അത് നിങ്ങൾക്ക് കമൻറ്റ് പറഞ്ഞാതിരുന്നാൽ പോരെ. അപ്പോൾ പറഞ്ഞു, അത് അവർ കമൻറ്റ് പറയാതിരുന്നാൽ ഞങ്ങളും കമൻറ്റ് പറയാതിരിക്കും. അപ്പം ശ്രീനാരായണ ഗുരു അവസാനം ചോദിച്ചു, ഈ അടിക്കുന്നത് കൈ കൊണ്ടാണോ കമ്പ് കൊണ്ടാണോ? അപ്പോൾ ഈ വന്ന ചെറുപ്പക്കാർ പറഞ്ഞു, ദേഷ്യം വരുമ്പം കമ്പൊന്നും എടുക്കാൻ സമയം കിട്ടുകയല്ല, അപ്പോൾ അവനെ കൈ കൊണ്ട് തന്നെ അങ്ങ് അടിക്കുകയാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞു, കൈ കൊണ്ടാണ് അടിക്കുന്നതെങ്കിൽ അടി നിർത്തണ്ട. കാരണം നിങ്ങൾ തൊട്ടല്ലോ, അപ്പം നിങ്ങളുടെ തൊട്ടുകൂടായ്മ അവസാനിച്ചു. തൊട്ട് അവസാനം അടി നിർത്തി നിങ്ങൾ കെട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് അടി തുടരുക. ഇതാണ് ശ്രീനാരായണ ഗുരു. അതായത് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെ ഇന്നും എത്താത്ത ഒരു ഉയരത്തിൽ നിന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഗുരുക്കന്മാരുടെ ഗുരുവായത്, മഹാഗുരുവായത്. ആ ശ്രീനാരായണ ഗുരുവാണ് യഥാർത്ഥ പ്രശ്നം ലോകത്ത് തന്നെ ഏറ്റവും സാധാരണക്കാരൻ്റെ മുമ്പിൽ എന്താണെന്ന് കൃത്യവും ശാസ്ത്രീയവുമായി തിരിച്ചറിഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. അതായത് ഒരു ഗുരുവാവുന്നത്, ശ്രീനാരായണ ഗുരു നേതാവല്ല, പ്രവാചകനുമല്ല, ഗുരുവാണ്. ഗുരു ഇന്ത്യൻ സങ്കല്പം അനുസരിച്ച് ദൈവമാണ്. അതായത് ദൈവം എന്ന ഇന്ത്യൻ സങ്കല്പം അറിവാണ്. ഏതാണോ ശരിയായ അറിവ്, ആ അറിവാണ് ദൈവം. അതേപോലെ വിശ്വസിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. അപ്പം താഴെത്തട്ടിലെ മനുഷ്യൻ്റെ പ്രശ്നം എന്താണെന്ന് ശ്രീനാരായണ ഗുരുവിന് മനസ്സിലായി. അറിവില്ലാത്തതാണ്. അറിവില്ലെങ്കിൽ നമ്മൾ അന്ധവിശ്വാസികളാവും, നമ്മൾ ശാസ്ത്രബോധമില്ലാത്തവരാവും, നമ്മൾ കോംപ്ലക്സ് ഉള്ളവരാവും. മോളിലുള്ളവർക്ക് അറിവുണ്ടെന്ന് കരുതി അവരെ അനുസരിക്കാൻ ഒരു അടിമബോധം നമ്മളിൽ കുടികൊള്ളും എന്ന് മാത്രമല്ല, അതിനെ പുറത്താക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്കുണ്ടാവും. ഇത് കേരളത്തിലെ ജനതയ്ക്കുണ്ടായിരുന്നു. ഇത് ഇന്ത്യയിലെ ജനതയ്ക്ക് പല സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവർക്കവിടെ ഇപ്പോഴും ഇല്ലാതെ പോകുന്നത് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യമാണ്. നേതാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, മറ്റു പലതരത്തിലുള്ളവരുണ്ട്. പക്ഷെ ഒരു ഗുരു ഉണ്ടായാലേ ഈ അകത്തുള്ള അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ഭയത്തെ പുറത്താക്കാൻ പറ്റും. അതൊരു ചെറിയ കാര്യമല്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യേകത, ശ്രീനാരായണ ഗുരു അത് ഇന്ത്യയിൽ ആദ്യം മനസ്സിലാക്കിയ മനുഷ്യനാണ്. മറ്റു പലരും മനസ്സിലാക്കിയിരുന്നു അന്ന്. പക്ഷെ അവർക്കാർക്കും അതിനൊരു പ്രായോഗിക പ്രവർത്തന പരിപാടി രൂപപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷെ ശ്രീനാരായണ ഗുരു ഇവിടെ അത് മനസ്സിലാക്കി ഒരു പ്രായോഗിക പ്രവർത്തന പരിപാടി അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം രൂപപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവിടെ ഏത് നടക്കണമെങ്കിലും ഈ മനുഷ്യനും ദൈവവും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധത്തെ പുതുക്കിപ്പണിയണം. അതായത് മറ്റുള്ളിടത്ത് ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്തെത്താൻ മനുഷ്യനെ സഹായിക്കണമെന്നാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ഉൾപ്പെടെ പറഞ്ഞത്. ഇ വി രാമസ്വാമി നായ്ക്കർ വലിയ വിപ്ലവകാരിയായിരുന്നു. വൈക്കം സമരത്തെ ഒരർത്ഥത്തിൽ വന്ന് നേതൃത്വം കൊടുത്തത് ഇ വി രാമസ്വാമി നായ്ക്കരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ചത്, നമ്മളെ വേണ്ടാത്ത ദൈവത്തെ നമുക്കും വേണ്ട, നിങ്ങൾ ക്ഷേത്രത്തിൽ പോണ്ട, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ വാതിൽ തുറന്നു തരട്ടെ. ശ്രീനാരായണ ഗുരു അങ്ങനെയല്ല എടുത്തത്. അതായത് ഈ ദൈവം കൈവശമുള്ളവരാണ് അറിവ് കൈവശം വെച്ചിരിക്കുന്നത്. അതായിരുന്നു പ്രശ്നം. ഈ കേരളത്തിലും ഇന്ത്യയിലും എഴുത്തും വായനയും അറിയാവുന്നവരും നിയമം സൃഷ്ടിച്ചവരും അത് നടപ്പാക്കുന്നവരും അതിന് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതരും അതിനായുധം കൊണ്ട് കാവൽ നിൽക്കുന്ന ക്ഷത്രിയരും അറിവുള്ളവരായിരുന്നു. അപ്പം ദൈവം കൂടെയുള്ളവർക്ക് അറിവുണ്ടായിരുന്നു. അപ്പോൾ അറിവ് തന്നെ ആയിരുന്നു ദൈവം. പക്ഷേ ആ അറിവ്
വലിയവരുടെ തടവറയിലായിരുന്നു, അവരുടെ സമ്പാദ്യമായിരുന്നു, അവർക്ക് ഉപയോഗിക്കാനുള്ളതായിരുന്നു. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാനുള്ള ആ അറിവിനെ താഴെത്തട്ടിലെ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിലേ താഴെത്തട്ടിലെ മനുഷ്യൻ്റെ കോംപ്ലക്സ് മാറും. അവന് വളരാനൊരു ദാഹം ഉണ്ടാവും, അവനൊരു അന്തസ്സുണ്ടെന്ന ചിന്തയുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി ശ്രീനാരായണ ഗുരു ചെയ്തത്, ദൈവത്തിൻ്റെ അടുത്തേക്ക് സാധാരണ മനുഷ്യന് പോകാനുള്ള അനുവാദമില്ല, ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ നടക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് എനിക്കിവിടെ അറിവ് വേണം എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ വേദന നീ ഒന്ന് ഏറ്റെടുത്ത് പരിഹരിക്കണം എന്ന് പറയാൻ മനുഷ്യന് അവകാശമില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യമേ ഉള്ളൂ, ദൈവത്തെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് വെച്ചാൽ അറിവിനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അത് ലോകത്താരും ചെയ്ത കാര്യമല്ല. അപ്പോൾ അറിവിനെ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പദ്ധതി. അപ്പോൾ അതിന് ശ്രീനാരായണ ഗുരു 32ാമത്തെ വയസ്സിലാണ് ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചത്. അതാണ് ഈ അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പം അന്നത്തെ ഈഴവരുടെ ഒരു സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഹരിപ്പാട് മുതൽ ഏതാണ്ട് പരവൂർ വരെയേ ഉള്ളൂ കുറച്ച് വസ്തുവുള്ള, അല്ലെങ്കിൽ ഒരു ആരാധനകൾ ഉണ്ടാക്കാൻ ഭൂമിയൊക്കെ അന്ന് ദേവസ്വത്തിൻ്റെ വകയാണ്. ദേവസ്വമെല്ലാം ഇല്ലങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ സവർണറുടെ കൈവശമാണ് മിക്കവാറും ഭൂമിയൊക്കെ. വളരെ കുറച്ച് തറവാടുകളുടെ കൈവശമാണ് പിന്നോക്കക്കാരുടെ കയ്യിൽ ഭൂമിയുള്ളത്. അപ്പോൾ ക്ഷേത്രമൊന്നും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഭൂമി വില കൊടുത്ത് മേടിക്കാമെന്ന് വെച്ചാൽ അധ്വാനിക്കുന്ന മനുഷ്യൻ അവൻ്റെ അധ്വാനം കൊണ്ട് വൈകിട്ട് നേരത്തെ അത്താഴം കഴിച്ചാൽ പിന്നെ പൈസ ബാക്കി വരികയില്ല. അവൻ്റെ ഉള്ള ഒരുപാട് നിരാശയുണ്ട് പിന്നോക്കക്കാരായ മനുഷ്യർക്ക്. ആ നിരാശ ഉള്ളതുകൊണ്ട് അവന് പിറത്തുനിന്ന് അവൻ്റെ മുതലാളി രണ്ടടിച്ചാൽ തിരിച്ചടി കൊടുക്കാൻ നിവൃത്തിയില്ല. അടി കിട്ടാൻ യോഗ്യനാണ് അവനെന്നൊരു ബോധമുണ്ട്, അത്ര അറിവേ അവനുള്ളൂ. അതുകൊണ്ട് അവന് മനഃപൂർവ്വം ചെയ്യാൻ കഴിയുന്നത് ഏതെങ്കിലും കള്ള് ഷാപ്പിൽ കയറി ഉള്ള കാശിന് കള്ള് മേടിച്ച് കുടിച്ചിട്ട് പുറത്തുനിന്ന് കിട്ടിയ അടിക്ക് പകരം വീട്ടിൽ ചെന്ന് ഭാര്യയുടെ മുതുകത്ത് 2 അടി കൊടുക്കുക, അത്രയും മാർഗമുള്ളൂ. അത് ഇന്നും തുടരുന്നുണ്ട്. ഞാനതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോയല്ല. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് ശ്രീനാരായണ ഗുരുവിന് മാറ്റേണ്ടി വരുന്നത്. അതായത് കമ്മലിടണ്ട എന്ന് പറഞ്ഞാൽ കമ്മലിടാനല്ല, ഇടണ്ട. മറയ്ക്കണ്ട എന്ന് പറഞ്ഞാൽ മറയ്ക്കാനല്ല, മറയ്ക്കണ്ട. അപ്പോൾ ഒരു ദാഹം ഉണ്ടാവണം, വളരണമെന്നൊരു മോഹം ഉണ്ടാവണം, പഠിക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം. അപ്പം ചില തൊഴിലിൽ നിന്ന് മാറണം, പുതിയ അറിവിൻ്റെ തൊഴിലിലേക്ക് കയറണം. അതിന് ആ കാലത്ത് അറിവ് കൈവശം വെച്ചിരുന്ന ദൈവത്തെ സൂക്ഷിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അറിവിനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാവില്ല. സാധാരണക്കാരൻ പഠിക്കാൻ പോകത്തുമില്ല. കാരണം അറിവിന് മോചിപ്പിക്കാൻ വേണ്ടി മധ്യപ്രദേശിൽ ശ്രമിച്ചിട്ടും അവിടുത്തെ പാവപ്പെട്ടവൻ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നില്ല, ഇപ്പോഴും അയക്കുന്നില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരു ആലോചിച്ചു, നേരിട്ട് അറിവ് കൊടുക്കാൻ പറ്റുകയില്ല, പക്ഷേ എല്ലാവർക്കും ദൈവത്തെ ആഗ്രഹമുണ്ട്. അപ്പം അറിവ് കൊടുക്കുന്നതിന് പകരം ആദ്യം ദൈവത്തെ കൊടുക്കുക, പതുക്കെ പതുക്കെ അറിവ് കൊടുക്കുക. എത്ര പ്രായോഗികമായ ഒരു പ്രവർത്തന രീതിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്കൊരിക്കലും നമ്മളെല്ലാം ഗവൺമെൻറ് എത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾ അത് പഠിക്കണം, ഇത് പഠിക്കണം, മറ്റത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും കേരളത്തിൽ ഇപ്പോഴും എല്ലാ വീട്ടുകാരും കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നത് MBBS അല്ലെങ്കിൽ എൻജിനീയറിംഗ് ആണ്. അത് ലോകത്തെ ഏറ്റവും താഴെയുള്ള സയൻസാണ്, വലിയ അറിവല്ല. കേരളത്തിലുള്ള എല്ലാ വീട്ടിലും ഓരോ ഡോക്ടർ ഉണ്ടായാലും കേരളം നന്നാവത്തില്ല. പക്ഷെ ശ്രീനാരായണ ഗുരു അതുകൊണ്ടാണ് പറഞ്ഞത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഒരാൾ പ്രബുദ്ധരാവുകയല്ല, ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് ഒരാൾ പ്രബുദ്ധരാവുകയല്ല. പക്ഷെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു അറിവിൻ്റെ തലത്തിലേക്ക് ഒരു അറിവ് ഒരു മനുഷ്യൻ പ്രവേശിക്കുമ്പോൾ അവൻ പ്രബുദ്ധനാവും. പ്രബുദ്ധനാവുന്ന അറിവാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ അറിവ് കിട്ടണമെങ്കിൽ ആ അറിവ് വേണമെന്ന് മോഹിക്കണം. അതായത് എനിക്ക് കിട്ടുന്ന അറിവ്
എൻ്റെ അയൽക്കാരനെ കൂടി അവൻ്റെ അയൽക്കാരനെ കൂടി ചുറ്റുപാടുകളെ കൂടി വളർത്തുന്ന അറിവായി മാറുന്നതാണ് പ്രബുദ്ധതയുള്ള അറിവ്. ആ അറിവ് കിട്ടണം. ആ അറിവ് കിട്ടണമെങ്കിൽ ദൈവം താഴേക്ക് വരണം. ദൈവത്തെ മനുഷ്യന് കിട്ടണം. മനുഷ്യരുടേതാകണം ദൈവം. ദൈവം ബ്രാഹ്മണരുടെയോ ക്ഷത്രിയരുടെയോ സവർണരുടെയോ കുറച്ച് തമ്പുരാക്കന്മാരുടെയോ തമ്പുരാട്ടിമാരുടെയോ സ്വന്തമല്ല. ദൈവം മനുഷ്യൻ്റെ സ്വന്തമാണ്. അപ്പോൾ അതിന് ദൈവത്തെ മനുഷ്യൻ പോയി കാണുന്നത് ഒരു സമരമാണ്. അത് മനുഷ്യന് തന്നെ തോന്നും, എനിക്കുള്ളതല്ല ഇത് അവർക്കുള്ളതാണ്. എന്നാലും ഞാനും കൂടെ പോയി കാണുന്നു. അതൊരു സമരമാണ്. പക്ഷേ ദൈവം തിരിച്ച് മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നാൽ അത് ദൈവത്തിൻ്റെ മനുഷ്യനിലേക്കുള്ള ഒരു യാത്രയാണ്. അവിടെ മനുഷ്യനല്ല സഞ്ചരിക്കുന്നത്, ദൈവമാണ്. അപ്പോൾ അത് ഒരു വലിയ വിപ്ലവം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനെ അറിവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അങ്ങനെ മനുഷ്യനെ മോചിപ്പിക്കാൻ കഴിയൂ എങ്കിൽ ആദ്യം മോചിപ്പിക്കേണ്ടത് മനുഷ്യനെ അല്ല, ദൈവത്തെയാണ്. ദൈവം വലിയവരുടെ തടവറയിലാണ്. ആ തടവറയിൽ നിന്ന് ആ ദൈവത്തെ മോചിപ്പിച്ച് മനുഷ്യൻ്റെ അടുത്തെത്തിക്കണം. അപ്പം അതിന് അദ്ദേഹം ഒരു പദ്ധതി നൂതനമായി, അതുവരെ ഇല്ലാത്തത് ആവിഷ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് 32 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ 32 വയസ്സുള്ള ഒരാൾ ഒരു ഗുരുവാവുക, ഒരു സന്യാസിയാവുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 32 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലത്ത് കല്യാണം കഴിച്ച് സൗകര്യം ഉണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ മധുവിന് പോകുന്ന കാലമാണ്, ഇല്ലെങ്കിൽ അടുത്ത ഉത്സവത്തിനെങ്കിലും പോകുന്ന കാലമാണ്. ശ്രീനാരായണ ഗുരു കെട്ടിയ ഭാര്യയെ, താൻ കെട്ടിയതല്ല, വീട്ടുകാർ തനിക്ക് വേണ്ടി തൻ്റെ അമ്മാവൻ്റെ മകളെ പുടവ കൊടുത്ത് സഹോദരിമാർ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയെ, അതിൽ 4-5 കുട്ടികളുണ്ടായാൽ അവ സമൂഹത്തിൽ അടിമക്കൂട്ടത്തിൽ പങ്കുചേരുന്ന കുറച്ചു പേരായിരിക്കുമെന്ന് കരുതി ആ ഭാര്യയോട് തന്നെ പറഞ്ഞ്, എനിക്ക് ഈ സമൂഹത്തിൽ ഇത്തരം മനുഷ്യരെ വിമോചിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ കെട്ടിയിടപ്പെടാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് കെട്ട് പൊട്ടിച്ച് പുറത്ത് പോയി ആദ്യം ചെയ്ത ഒരു പ്രവർത്തനമാണ് ഈ അരുവിപ്പുറം പ്രതിഷ്ഠ. അത് അരുവിപ്പുറം തന്നെ തിരഞ്ഞെടുത്തു. അതുമൊക്കെ വേണമെങ്കിൽ ഇവിടെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അന്വേഷിച്ചാൽ 2-3 ഡോക്ടറേറ്റിന് വക കിട്ടുന്നതാണ്. അപ്പം അരുവിപ്പുറം തിരഞ്ഞെടുത്തു. പ്രതിഷ്ഠ നടത്താനുള്ള ദിവസം ശിവരാത്രി തന്നെ തിരഞ്ഞെടുത്തു. അതായത് പാവനത്വമുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്സവം നടക്കുന്ന ദിവസം ശിവരാത്രിയാണ്. അന്ന് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുമെന്നാണ്. അതിനുവേണ്ടി ഉറക്കം ഒഴിഞ്ഞിരിക്കണമെന്നാണ്. അപ്പം മിക്കവാറും ഹിന്ദുക്കളും പിന്നെ ഉത്സവം ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുമൊക്കെ കലാപരിപാടിയൊക്കെ കണ്ട് ഭക്തിയോടെ ഉറക്കം ഒഴിഞ്ഞിരിക്കുന്ന രാത്രിയാണ് ശിവരാത്രി. അത് കുംഭമാസത്തിലാണ് നടക്കുന്നുള്ളത് കൊണ്ട്, നല്ല ചൂടുള്ളത് കൊണ്ട് ഉറക്കം ഒഴിയാൻ ഇഷ്ടവുമാണ്. കാരണം അകത്ത് കിടന്നാലും ഉഷ്ണമാണ്, ഉറക്കം വരികയില്ല. അതുകൊണ്ട് പുറത്ത് പൊതുപറമ്പിൽ ചെന്നിരുന്ന് ഉത്സവം കാണാൻ പറ്റിയ ഒരു ദിവസമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്സവം നടക്കുന്നത് അന്നാണ്. ആ ദിവസം പ്രതിഷ്ഠയ്ക്ക് ശിവനെ തന്നെ തിരഞ്ഞെടുത്തു. ശിവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചാതുർവർണ്ണ്യബോധം ഉണ്ടാവുന്നതിന് മുമ്പ്, ജാതികളായി മനുഷ്യൻ തിരിയുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ടായ ദൈവബോധം, ദേവതാ സങ്കല്പം ശിവനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ പ്രതിഷ്ഠയും പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഒന്നുകിൽ ശിവൻ, ഇല്ലെങ്കിൽ ശിവൻ്റെ ഭാര്യ, ഇല്ലെങ്കിൽ ശിവൻ്റെ മക്കൾ, അല്ലെങ്കിൽ ശിവൻ്റെ ബന്ധുക്കൾ, അല്ലെങ്കിൽ ശിവൻ്റെ വേറൊരു രൂപം. അതാണ് കാരണം. അത് നമ്മളെ ജാതിയായി തിരിക്കുന്നതിന് മുമ്പും ചാതുർവർണ്ണ്യം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പും മോഹൻജദാരോ ഹാരപ്പ കാലത്തെ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കാലത്ത് ഒരു കാർഷിക നാഗരികതയുടെ ദേവതാബോധമാണ് ശിവബോധം. അപ്പോൾ ശ്രീനാരായണ ഗുരു എടുത്തതല്ല. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്ത് ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ, ഈ മഹാത്മാഗാന്ധിക്കും ആ പ്രശ്നമുണ്ട്. അവരൊക്കെ വലിയവരായതുകൊണ്ട് അവരോട് പലരും ചോദ്യം ചോദിച്ചിട്ടില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനോട് സത്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ശിവനെ പിടിച്ചത്, ശിവൻ മാത്രം എങ്ങനെയാണെന്നൊക്കെ വന്നാൽ അതിന് അദ്ദേഹം കൃത്യമായി ഉത്തരം പറഞ്ഞേനെ.
പക്ഷെ അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ടും അദ്ദേഹത്തോട് അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് ശരിയാണോ എന്നുള്ള ചിന്ത കൊണ്ടും വലിയ ചോദ്യങ്ങൾ ഇത്തരം മഹാന്മാരായ മനുഷ്യർ നേരിടേണ്ടി വന്നിട്ടില്ല. അതും നമുക്ക് കിട്ടാതെ പോയൊരു അറിവാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ എന്ന് വെച്ചാൽ നേരത്തെ തീരുമാനിച്ച സ്ഥലത്ത് 2 പേര് കൂടെ ഉണ്ടായിരുന്നു. അവരെ കരയ്ക്ക് നിർത്തി ശ്രീനാരായണ ഗുരു ആ അരുവിപ്പുറം പുഴയിൽ, ഈ കുംഭമാസം ആയതുകൊണ്ട് ഏതാണ്ട് പുഴ വലിയ വെള്ളമൊന്നുമില്ലാതെ നിൽക്കുന്ന സമയമാണ്, ഒരു ചെറിയ കുഴിയിൽ മുങ്ങി ഒരു കല്ലെടുത്തു. അത് ആ വർഷം മാർച്ച് 5-ാം തീയതി വെളുപ്പാങ്കാലത്ത് 3 മണിക്കായിരുന്നു. കല്ലെടുത്ത് ആ കല്ലാണ് ഈ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചത്. എന്നിട്ട് അന്നൊന്നും ആയിരിക്കല്ല ഈ ഈഴവ ശിവനെന്ന് പറഞ്ഞത്. അതെപ്പോഴോ ഒരു ചോദ്യം അങ്ങനെ വന്നപ്പോൾ, അതായത് പ്രതിഷ്ഠ നടത്താനുള്ള അവകാശം പിന്നോക്കക്കാർക്കുണ്ടോ എന്ന ഒരു ചോദ്യം വന്നപ്പോൾ പറഞ്ഞതായിരിക്കും. അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് ജാതി ഉണ്ടെങ്കിൽ ദൈവത്തിനും ജാതി കാണുമല്ലോ. അപ്പോൾ ഈ ഈഴവ ശിവനാവട്ടെ. അതിൻ്റെ നർമ്മമാണ് സത്യത്തിൽ ആ ഉത്തരത്തിലെ സാർത്ഥകമായ ഒരു ബൗദ്ധിക മൂർച്ചയായി കുടികൊള്ളുന്നത്. അത് ഇത്തരം മഹാന്മാരായ മനുഷ്യരെല്ലാം സത്യത്തിൽ ചിലതിനെല്ലാം നേരിട്ടത് നർമ്മം കൊണ്ടാണ്. മഹാത്മാഗാന്ധി അങ്ങനെയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? അതായത് ഒരു ദൈവത്തെ കൊടുത്തു. അതുവരെ ദൈവം ഇല്ലാതിരുന്ന മനുഷ്യർക്ക്, ദൈവത്തിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കാൻ അവകാശമില്ലാതിരുന്ന മനുഷ്യർക്ക്, എൻ്റെ ദുഃഖം കൂടെ ഏറ്റെടുക്കണേ ഭഗവാനെ എന്ന് പറയാൻ ഒരമ്മയ്ക്ക് മനസ്സിൽ 1000 മോഹങ്ങളുണ്ടെങ്കിൽ, അത് മക്കൾ കൊടുത്തതാണെങ്കിൽ, അതൊന്ന് നിക്ഷേപിക്കാൻ ഒരാളില്ലാതെ മനുഷ്യൻ അനാഥമായി ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലേക്കും അകലെ നിന്ന ഒരു കാലത്ത് ഒരു ദൈവത്തെ കൊണ്ടുവന്ന് മനുഷ്യൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ദാ ഇരിക്കുന്ന ശിവൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ളത് ശിവനാണ്. അപ്പോൾ ദാ ഇരിക്കുന്നു ശിവൻ എന്ന് പറഞ്ഞു. അത് പറയുക മാത്രമല്ല, അവിടെ ദളിത് ആളുകളെ ഉൾപ്പെടെ വിളിച്ചിരുത്തി പഠിപ്പിക്കുക മാത്രമല്ല, അവിടെ അദ്ദേഹം കുറിച്ചു വെച്ചു. 4 വരി കുറിച്ചു വെച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഈശ്വര സങ്കല്പമാണ്. ഈശ്വരൻ ആർക്കുള്ളതാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഈശ്വരൻ എന്താണ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ്. ഈശ്വരൻ്റെ മുമ്പിൽ നിങ്ങൾ ആരാണ് എന്നതിൻ്റെ ഒരു പ്രകടന പത്രികയാണ് ശ്രീനാരായണ ഗുരു അവിടെ കുറിച്ചു വെച്ചത്. ആ കുറിച്ചു വെച്ചതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. മാതൃകാക്ഷേത്രമെന്നല്ല. കാരണം ഒരു ക്ഷേത്രത്തിൽ മുസ്ലിമിന് കയറാൻ പ്രയാസമുണ്ട്, ഒരു ക്ഷേത്രത്തിൽ ക്രിസ്ത്യാനിക്ക് കയറാൻ പ്രയാസമുണ്ട്. ആ കാലത്ത് ഒരു സവർണാധികാര ക്ഷേത്രത്തിൽ മഹാഭൂരിപക്ഷം താഴെത്തട്ടിലെ ഹിന്ദുവിനും കടക്കാൻ അവകാശമില്ല. ആ സമയത്താണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണ്. ഒരു ദൈവമുണ്ടാവണമെങ്കിൽ സോദരത്തേനെ വാഴുന്ന മനുഷ്യനിരിക്കാവുന്ന ഒരു സ്ഥാനം വേണം, അല്ലാത്തടത്ത് ദൈവമുണ്ടാകുകയില്ല എന്നാണ്. അപ്പം ദൈവം എന്താണ് എന്നതിനൊരു ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ബ്രാഹ്മണർ പറഞ്ഞത് ദൈവം ഞങ്ങളുടെ കൂടെയാണ്. ക്ഷത്രിയർ പറഞ്ഞു ദൈവം ഞങ്ങളുടെ കൂടെയാണ്. സവർണർ പറഞ്ഞു ദൈവം ഞങ്ങളുടെ കൂടെയാണ്. എന്നാൽ മഹാഭൂരിപക്ഷം അധ്വാനിക്കുന്ന, അറിവില്ലാത്ത, അക്ഷരമറിയാത്ത സാധാരണ മനുഷ്യന് അവൻ്റെ ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കാനൊരു ദൈവം ഉണ്ടായിരുന്നില്ല. ആ ഉണ്ടാകാത്ത സമയത്താണ് അത് ഇന്ത്യയിൽ ആർക്കും തീർക്കാൻ കഴിഞ്ഞില്ല. അതായത് ഉള്ള ക്ഷേത്രത്തിൽ പോകാനേ പറ്റൂ. അവിടെയാണ് ശ്രീനാരായണ ഗുരു ദൈവം ഇതാണ്, ജാതിഭേദവും മതദ്വേഷവുമായി എല്ലാവർക്കും സോദരത്തേനെ വന്നിരിക്കാവുന്ന ഒരു സ്ഥാനം എവിടെയുണ്ടോ അവിടമാണ് ദൈവത്തിൻ്റെ സ്ഥാനം. ദൈവം ഉള്ളിടത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സഹോദരന്മാരാണ്, എല്ലാവരും തുല്യരാണ്. ആർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന്
അവൻ്റെ ദുഃഖം, അവൻ്റെ സന്തോഷം പറയാം. അതൊരു വിപ്ലവമായി. അതൊരു ക്ഷേത്രമെന്ന് പോലും ശ്രീനാരായണ ഗുരു എഴുതിയില്ല. ക്ഷേത്രമെന്ന് എഴുതിയിരുന്നെങ്കിൽ ശ്രീനാരായണ ഗുരു പിന്നെ ഭാവിയിൽ നമുക്ക് ജാതിയില്ല എന്ന് പറഞ്ഞ വാചകത്തിന് അർത്ഥം ചോർന്നു പോകുമായിരുന്നു. ശ്രീനാരായണ ഗുരു അത് പറഞ്ഞില്ല. ഇതൊരു സ്ഥാനമാണ്. അതായത് ക്ഷേത്രവും പള്ളിയും അമ്പലവും ഏത് ദൈവവും ഇരിക്കുന്ന ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിൻ്റെ പ്രത്യേകത വലിപ്പച്ചെറുപ്പമില്ലാതെ തുല്യതാബോധത്തോടെ ആർക്കും വന്നിരിക്കാവുന്ന സ്ഥാനം. അതാണ് ദൈവത്തിൻ്റെ സ്ഥാനം. അത് പറഞ്ഞ് അതൊരു വിപ്ലവമാവുമല്ലോ സ്വാഭാവികമായി എങ്ങനെയാണ് അത് മനുഷ്യൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അന്തസ്സ് ഉയർത്തും. ഈഴവരൊക്കെ കോൾമയിൽ കൊള്ളും. അത്യാവശ്യം അവർ ഒന്ന് വളർന്നെന്നവർക്ക് തോന്നും. അതിൻ്റെ തലയ്ക്കും ദിവസം, അതായത് 1888 മാർച്ച് 5-ാം തീയതി ശിവരാത്രിയുടെ തലയ്ക്കും ദിവസം ഉറങ്ങി ഉണർന്ന പിന്നോക്കക്കാരനല്ല ഇത് കഴിഞ്ഞ് പിറ്റെന്ന് ഉണരുന്നത്. ഒരു വലിയ ആളായിട്ടാണ്, ഒരു അവതാര സ്വരൂപമായ ആളായിട്ടാണ്. അത് ശ്രീനാരായണ ഗുരുവിന് അറിയുമായിരുന്നു. ഇതൊരു ദാഹം ഉണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ആ ദാഹത്തെ ശരിയായ തരത്തിൽ വളർത്തി വിടണമെങ്കിൽ ഒരു കർമ്മ പദ്ധതി വേണം. അത് ഈ 32 വയസ്സിലെ ശ്രീനാരായണ ഗുരുവിന് അറിയാമായിരുന്നു. ആ കർമ്മ പദ്ധതിയിലാണ് ശ്രീനാരായണ ഗുരു. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കാണാനെത്തുന്നത്. കുമാരനാശാൻ ഈ വർക്കയിലക്കടുത്തപ്പുറം കായിക്കര എന്നൊക്കെ പറഞ്ഞാൽ കടലിനും പിന്നെ കായലിനും ഇടയിൽ കിടക്കുന്ന ഒരു തീരപ്രദേശമാണ്. വളരെ പാവപ്പെട്ടവർ. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള പ്രദേശത്ത് കുടിയേറിയായിരുന്നു മനുഷ്യർ. അതായത് കുമാരനാശാൻ്റെയൊക്കെ ഒരു 7-8-10 തലമുറ അങ്ങനെ കുടിയേറി. ഇപ്പോഴും ഇടുക്കിയിലുള്ളവരെല്ലാം കുടിയേറിയതാണ്. അതായത് കടൽ തീരത്ത് വന്ന് താമസിക്കുന്നവരും മലയോരത്ത് പോയി താമസിക്കുന്നവരും ഇടനാട്ടിൽ ഇടം കുറഞ്ഞവരോ ഭൂമി ഇല്ലാത്തവരോ ദാരിദ്ര്യം അനുഭവിച്ചവരുമാണ്. അതുകൊണ്ട് കുമാരനാശാന് ജനിച്ച് വളരുന്ന കാലത്ത് വലിയൊരു അന്തസ്സുള്ള കുടുംബം, പണമുള്ള, പദവിയുള്ള അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് പിന്നോക്കമായ കുമാരനാശാൻ്റെ വ്യക്തി ജീവിതത്തിൽ പറയുന്നത് ഈഴവർക്കിടയിൽ തന്നെ താഴ്ന്ന നിലയിൽ ജീവിച്ച ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു കുമാരനാശാൻ. അതുകൊണ്ട് മറ്റ് സമുദായങ്ങളിൽ നിന്ന് അവഗണന നേരിട്ടു എന്ന് മാത്രമല്ല, ഈഴവർക്കിടയിൽ നിന്ന് തന്നെ അവഗണന നേരിട്ടു. അപ്പോൾ കുമാരനാശാൻ കൃത്യം ശ്രീനാരായണ ഗുരു ജനിച്ച് 18-ാമത്തെ വയസ്സിലാണ് കുമാരനാശാൻ ജനിക്കുന്നത്. കുമാരനാശാൻ ജനിച്ച് 18-ാമത്തെ വയസ്സിലാണ് ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. അപ്പോൾ ഈ 18-ന് അവർ തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. അപ്പം ശ്രീനാരായണ ഗുരുവിന് 36 വയസ്സും കുമാരനാശാന് 18 വയസ്സും ഉള്ള സമയത്ത് കുമാരനാശാൻ 15 വയസ്സുള്ളപ്പോഴേ ഈ അരിപ്പുറം പ്രതിഷ്ഠയുടെ മഹത്വവും അതുണ്ടാക്കുന്ന ചിന്തയുടെ ഓളവും അത് മനുഷ്യനിൽ സൃഷ്ടിക്കുന്ന പ്രത്യേകതകളുമൊക്കെ മനസ്സിലാക്കിയാണ് എന്തായിരുന്നാലും ഗുരുവിനെ കാണണം എന്നുള്ള മോഹത്തിൽ അദ്ദേഹം ഗുരുവിനെ കാണാനെത്തുന്നത്. അപ്പം ശ്രീനാരായണ ഗുരുവിനും അറിയാം ഇതിനൊരു പ്രവൃത്തി പഥം ഉണ്ടാക്കണമെങ്കിൽ ഇത് കൊണ്ടു നടക്കാൻ ഒരുപാട് ശിഷ്യന്മാർ വേണം. ഈ ശിഷ്യന്മാരും അനുയായികളും രണ്ടാണ്. ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നത് ഒരു അനുയായി ഉണ്ടായിരുന്നില്ല, എല്ലാം ശിഷ്യന്മാരായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടപ്പോൾ ശ്രീനാരായണ ഗുരുവിന് തോന്നി ആദ്യം ഒരു സമസ്യയാണ് പൂരിപ്പിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് പൂരിപ്പിച്ച് കേട്ടപ്പോഴേ തോന്നി യവനൊരു പ്രതിഭയുണ്ട്, ശരിയായി വളർത്തിയാൽ ഈ സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭ കുമാരനിലുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു അവസാനം കുമാരനാശാനോട് ചോദിച്ച ഇത്രയേ ഉള്ളൂ, എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. കുമാരനാശാനാണെങ്കിൽ അങ്ങനെ ഒരു വിളി കാത്തിരുന്നത് പോലെ പറഞ്ഞു വരുന്നെന്ന്. അതിനുശേഷം അവർ രണ്ടുപേരും ആത്മാവ് കൊണ്ട് പിരിഞ്ഞിട്ടില്ല, ശരീരം കൊണ്ട് അകലെയൊക്കെ താമസിച്ചിട്ടുണ്ട്. അപ്പോഴും അവർ ആത്മാവ് കൊണ്ട് ഒന്നായിരുന്നു. അപ്പോൾ കുമാരനാശാനെ മാത്രമല്ല, സഹോദരൻ അയ്യപ്പനെ കിട്ടി, സത്യവ്രത സ്വാമികളെ കിട്ടി, ഒരുപാട് പേര്. അതായത് ഒരാൾ ഒരു സമൂഹത്തെ പരിവർത്തനം ചെയ്തെടുക്കാൻ വേണ്ടി നിശ്ചയിക്കുന്ന പവിത്രമായ ഒരു പരിപാടി നടപ്പാക്കണമെങ്കിൽ
ആ പവിത്രതയുടെ എല്ലാ നന്മയാർന്ന അംശങ്ങളും ഏറ്റുവാങ്ങി സമൂഹത്തിൽ അത് പകരാൻ പറ്റിയ പാത്രങ്ങളുണ്ടാവണം. അത് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തതും ശ്രീനാരായണ ഗുരുവാണ്. അത് ഒരു ജാതിക്കാർ മാത്രമായിരുന്നില്ല. ശ്രീനാരായണ ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യരിൽ ഒരാൾ സത്യവ്രത സ്വാമികളായിരുന്നു. സത്യവ്രത സ്വാമികൾ നായർ കുടുംബത്തിൽ ജനിച്ച അയ്യപ്പൻ പിള്ള എന്ന പേരിലുള്ള ആളാണ് സത്യവ്രത സ്വാമികളായത്. വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അല്ലെങ്കിൽ സത്യത്തിൽ ഒരു മഹാഗുരുവിൻ്റെ മഹാശിഷ്യനാകുന്ന ഒരാളാകുമായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിനെ പറ്റിയ ആളെ കൂടെ കിട്ടിയപ്പോൾ അവരെ കലയിലും രാഷ്ട്രീയത്തിലും കൃഷിയിലും വ്യവസായത്തിലും മറ്റു പ്രവർത്തനങ്ങളിലുമൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഒരു സമൂഹം ഒരാസൂത്രണപരമായി സമഗ്രമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ഉപയോഗിച്ചത് ക്ഷേത്രങ്ങളെയാണ്. അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്ര സങ്കല്പത്തിലെ പ്രത്യേകത. ഇപ്പോൾ പള്ളിക്കൂടത്തിൽ പോകാൻ പറഞ്ഞാൽ ആളുകളൊന്നും സ്കൂളിൽ പോകത്തില്ല. നീ വൈകിട്ട് പോയി പഠിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കാനും പോകത്തില്ല. പക്ഷെ നീ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ പോകും. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും വൈകിട്ട് നേരത്തെ ഏറ്റവും കൂടുതൽ ആൾ കൂടുന്ന ഉത്സവത്തിനാണ്. ഉത്സവത്തിന് ഇപ്പം ഒരു 1000 ആന അല്ലെങ്കിൽ 100 ആനയൊക്കെ കൂടെ വന്നാൽ ആ നാട് മുഴുവൻ കൂടും. നാട് മുഴുവൻ കൂടുമെന്ന് മാത്രമല്ല, നാട്ടിൽ എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും ഒരു ആനയ്ക്കൊക്കെ 4 ലക്ഷം 3 ലക്ഷമൊക്കെയാണ്. എല്ലാവരും ഒരാനയ്ക്ക് തന്നെ ഒരാൾ സംഭാവന ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അതായത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ മനസ്സിൽ സന്തോഷപരമായി ഭക്തി നിർഭരമായി സംഭാവന ചെയ്യുന്നത് ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്കും ആരാധനാലയങ്ങളിലേക്കുമാണ്. ഇത് ശ്രീനാരായണ ഗുരുവിന് അറിയാമായിരുന്നു. നിങ്ങളൊരു പള്ളിക്കൂടം ഉണ്ടാക്കാൻ കാശ് ചോദിച്ചാൽ കിട്ടാൻ പ്രയാസമാണ്. എന്നാൽ നിങ്ങളൊരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് കാശ് ചോദിച്ചാൽ പറയും 3 ദിവസത്തെ പരിപാടി എൻ്റെ പേര് എഴുതിക്കൊള്ളാൻ. ഇത് ഒരു മാനസികാവസ്ഥയാണ്. ഈ മാനസികാവസ്ഥ ശ്രീനാരായണ ഗുരുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സന്യാസിയോ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു നേതാവോ ഒന്നുമല്ല, അതിനപ്പുറമാണെന്ന് പറയുന്നത്. ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞാൽ കൂട്ടമായി വരും. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ആളുകൾ വന്ന് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഒരു പ്രതിഷ്ഠ നടത്താൻ ഗുരുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യകാലത്ത് മിക്കവാറും അദ്ദേഹം സമ്മതിച്ചു. അതായത് മനുഷ്യനെ പരിവർത്തനത്തിന് വിധേയമാക്കണമെങ്കിൽ മനുഷ്യൻ എവിടെയെങ്കിലും ഒത്തുകൂടണം. അത് ഇഷ്ടത്തോടെ ഒത്തുകൂടണം. ഒത്തുകൂടുന്നത് ഇപ്പം ഇവിടെ നിങ്ങളെ പരിപാടി നടത്തുന്നു, എല്ലാവരും ഇഷ്ടത്തോടെ വരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയുന്നത് ഗ്രഹിക്കാൻ പറ്റൂ. അതെല്ലാം നിർബന്ധിച്ച് എന്നാൽ പിന്നെ ശിവഗിരിയല്ലേ അവിടെ നടത്തുന്ന ഒരു പരിപാടിയല്ലേ പൊക്കളയാം, പോയി വീട്ടിൽ ഇരുന്ന് ഉറങ്ങുന്നതിന് പകരം അവിടെ ചെന്നിരുന്ന് ഉറങ്ങാം എന്ന് തീരുമാനിച്ചാൽ അത് ഇഷ്ടത്തോടെ വരുന്നതല്ല. അപ്പം ഇഷ്ടത്തോടെ വരണം. ഇഷ്ടത്തോടെ വരാൻ ഇപ്പോഴും ലോകത്ത് മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാധനാലയങ്ങളാണ്. ഇനി ആൾ ദൈവങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ഇഷ്ടത്തോടെ വരും. അത് മനുഷ്യൻ, ഇത് ശ്രീനാരായണ ഗുരുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആദ്യകാലത്ത് വന്നവരെയെല്ലാം നിരാശപ്പെടുത്തിയില്ല. ഭൂമിയും അത്യാവശ്യ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രതിഷ്ഠ നടത്തും. അങ്ങനെയാണ് ഈ മണ്ണന്തല പ്രതിഷ്ഠ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പ്രതിഷ്ഠ മാറ്റി അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ദേവതയാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. അങ്ങനെയാണ് പ്രതിഷ്ഠ. അതായത് ഒരു മാറ്റം കൊണ്ടുവന്നു അദ്ദേഹം. മാറ്റം അത് ആദ്യമേ കൊണ്ടുവന്നു. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ എനിക്കറിയാം തൃക്കരുവ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു ഭൂമിയൊക്കെ ഉണ്ടായിരുന്നൊരു ഈഴകുടുംബമുണ്ട്. അപ്പോൾ അവർ വന്ന് ശ്രീനാരായണ ഗുരുവിനോട് പറഞ്ഞു ഒരു പ്രതിഷ്ഠ നടത്തണം. ശ്രീനാരായണ ഗുരു സമ്മതിച്ച് അവിടെ ചെന്ന് ഒരു പ്രതിഷ്ഠ, എനിക്കൊന്ന് ലിംഗപ്രതിഷ്ഠയാണ് നടത്തിയത്. എന്നിട്ട് അവിടുത്തെ വീട്ടുകാരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ തന്നെ ശുദ്ധിയോടുകൂടി ഇതിൻ്റെ പൂജാതി കർമ്മങ്ങളെല്ലാം പഠിച്ച് നിങ്ങൾ പൂജ നടത്തണം, എല്ലാവരെയും ക്ഷേത്രത്തിൽ കയറ്റണം. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരൊരു പ്രമാണി കുടുംബമായിരുന്നു. അവർ പുലയർ വന്നിട്ട് കയറ്റിയില്ല. അപ്പോൾ അങ്ങനെ ചില പ്രശ്നമുണ്ട്. അതായത് ഇത് ഈഴവർക്ക് കിട്ടിയതായി തോന്നണം എന്ന് ശ്രീനാരായണ ഗുരു കരുതിയില്ല. ക്ഷേത്രത്തിൽ കടക്കാൻ അനുവാദമില്ലാതെ നിരാശയോടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ദൈവത്തെ കൊടുക്കണമെന്നാണ്.
ആ ദൈവത്തെ കാണാൻ സവർണർ വന്നാൽ സവർണർക്കും കൊടുക്കണം. പക്ഷേ അവിടെ പാവപ്പെട്ട പുലയർക്ക് ക്ഷേത്രത്തിൽ കയറാൻ അനുവാദം കൊടുത്തില്ല. അപ്പോൾ ഒരിക്കൽ കരുനാഗപ്പള്ളിയിലേക്ക് പോകുമ്പം ശ്രീനാരായണ ഗുരു എന്നാൽ പിന്നെ ആ ക്ഷേത്രത്തിലൊന്ന് കയറിയിട്ട് പോകാം എന്ന് വെച്ച് അവിടെ ചെന്നപ്പോൾ ഒരുപാട് പുലയരായ സഹോദരി സഹോദരന്മാർ അവിടെ പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു ചോദിച്ചു, എന്താ സംഗതി എന്ന് ചോദിച്ചു. ആ പറഞ്ഞു, ഇപ്പം അകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല, ഞങ്ങൾക്ക് കയറി തൊഴണമെന്നുണ്ട്, പക്ഷേ സമ്മതിക്കുന്നില്ലെന്നുള്ളത്. ശ്രീനാരായണ ഗുരു അപ്പോൾ വന്നത് അകത്തുള്ളവരറിഞ്ഞു. അവർ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരു കൂടെയുള്ളവരോട് പറഞ്ഞു, ഇവർക്ക് കയറാൻ പറ്റാത്ത ക്ഷേത്രത്തിൽ ഞാനും കയറുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി എന്ന് അവരോട് പറഞ്ഞേക്കും. അദ്ദേഹം മടങ്ങിപ്പോയത് അറിഞ്ഞ് അവർക്ക് ഭയങ്കര ആഘാതമായി. അവരതിന് പശ്ചാത്താപം ചെയ്തത്, അവിടെ വേറൊരാൾ പൂജാരിയായിട്ട് വന്നു. അദ്ദേഹം പുലയരെ കയറ്റി എന്ന് മാത്രമല്ല, ഒരു പുലയക്കുട്ടിയെ ദത്തെടുത്ത് ആ കുട്ടിയെ കൊണ്ട് പൂജാതി കർമ്മങ്ങൾ പഠിപ്പിച്ച് ആ കുട്ടിയെ അവിടുത്തെ പൂജാരിയാക്കി പിന്നെയും പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രശേഖരൻ എന്നായിരുന്നു, ആ പുലയ യുവാവിൻ്റെ പേര്. അദ്ദേഹമാണ് പിന്നെ വളർന്ന് ഒരു രാഷ്ട്രീയ നേതാവായി കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചന്ദ്രശേഖര ശാസ്ത്രി. അപ്പോൾ ഇങ്ങനെയാണ് വളരേണ്ടത്. താഴെത്തട്ടിലെ മനുഷ്യന് വളരാൻ മോഹമുണ്ടെങ്കിൽ വളർത്താൻ വഴി കൊടുക്കുക എന്നതാണ് ഒരു സംഘടനയുടെ ജോലി. ഗുരു അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഗുരു ഇപ്പം പൂത്തോട്ട ഗുരു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതുപോലെ തന്നെ സാധാരണ താഴെയുള്ള ദളിതരെ കയറ്റിയില്ല. പിന്നെ സഹോദരൻ അയ്യപ്പനും ആര് പറഞ്ഞിട്ട്, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കയറ്റി. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉള്ളതാവണം ദൈവം, ക്ഷേത്രം. സഹോദരൻ അയ്യപ്പനെല്ലാം അതിനു വേണ്ടി ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ വിപ്ലവകരമായി, സഹോദരൻ അയ്യപ്പൻ ഭയങ്കര യുക്തിവാദിയായിരുന്നു, ഒരു പരിവർത്തനം ചെയ്തെടുത്ത അതിനൊരു കർമ്മ പദ്ധതി രൂപീകരിച്ച ആളാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് ശ്രീനാരായണ ഗുരുവിനോട് തന്നെ ചോദിച്ചത്, ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയണോ? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ ശ്രീനാരായണ ഗുരു അതിന് പറഞ്ഞത്, ഇപ്പോഴിത്രയേ വളർന്നുള്ളൂ, വളർച്ച അനുസരിച്ചാണ് മനുഷ്യൻ്റെ മനസ്സിലെ ബോധം അവൻ്റെ ആശയപരമായ മുദ്രാവാക്യങ്ങളായി വളർന്നു വരുന്നത്. സഹോദരൻ അയ്യപ്പനെ സത്യത്തിൽ ഒരു തീവ്രവാദിയിൽ നിന്ന് ശരിയായ വിപ്ലവകാരിയായി കൊണ്ടുവന്നതും കുമാരനാശാനെ ഒരു സാധാരണ കവിയിൽ നിന്ന് ഒരു ലോകോത്തര കവിയായി വളർത്താനുള്ള പരിശീലനം കൊടുത്തതും ശ്രീനാരായണ ഗുരുവാണ്. അല്ലെങ്കിൽ കുമാരനാശാൻ ഒരുപക്ഷെ ഒരു നല്ല അധ്യാപകനായി ജീവിച്ചു പോയനെ. സഹോദരൻ അയ്യപ്പൻ ഒരു തീവ്രവാദ വിപ്ലവകാരിയായി കേസിലൊക്കെ പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. അതായത് ഒരു ഗുരുവിൻ്റെ ജോലി ശരിയായി വളർത്തുക എന്നതാണ്. ശാസ്ത്രീയമായി അയാളുടെ പ്രകൃതിയെ സമൂഹത്തിന് സംഭാവന ചെയ്യുക എന്നതാണ്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അമ്പലത്തിലേക്ക് വരുന്ന ആളുകളെ പിന്നെ എന്തു ചെയ്യണം? അമ്പലത്തിലേക്ക് വന്ന എല്ലാവരും കൂടെ അവരുടെ ദുഃഖം അമ്പലത്തിൽ ഇറക്കി വെച്ചാൽ ഒരു ദൈവത്തിനും സഹായിക്കാൻ പറ്റില്ല. അവർക്ക് തന്നെ വളരാൻ പറ്റിയ അറിവ് അവിടെ നിന്ന് കൊടുക്കണം. അപ്പോൾ ശ്രീനാരായണ ഗുരു അതാണ് ചെയ്തത്. അതായത് മനുഷ്യൻ കൂടണമെങ്കിൽ ഒരമ്പലം വേണം, കൂടിയാൽ അവിടെ അവന് അറിവ് കിട്ടണം. അത് സന്തോഷത്തോടെ വരുന്നവനോട് സംതൃപ്തമായ തരത്തിൽ അറിവ് കൊടുക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം അമ്പലം ചെറുതു മതി, അവിടുത്തെ കലാലയം വലുതായിരിക്കണം എന്ന് നിശ്ചയിച്ചത്. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ വലിയ പങ്ക് അതിനു വേണ്ടി ചെലവഴിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചത്. അവിടെ പഠിപ്പിക്കാൻ ശരിയായ അധ്യാപകരെ കണ്ടെത്താൻ നിർദ്ദേശിച്ചത്. അപ്പം ഇത് സമൂഹത്തിലുണ്ടാക്കിയ ഒരു മാറ്റം. ആ മാറ്റം ഇതുപോലെ ഉണ്ടായ ഒരിടം ഇന്ത്യയിൽ വേറെയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളം എല്ലാത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിയായ ഒരാളെ പറയാൻ കഴിഞ്ഞാൽ ആ ആള് ശ്രീനാരായണ ഗുരുവാണ്.
അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അതിന് ശ്രീനാരായണ ഗുരു എന്തൊക്കെയാണ് ചെയ്ത്, അതിന് ഇപ്പോഴും ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. അതായത് ഇനി നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ പുതിയ അറിവ് വേണം. ഇതുവരെ ലോകത്തിൻ്റെ അറിവും ഇപ്പോഴുള്ള ലോകത്തിൻ്റെ അറിവും തമ്മിൽ ഒരുപാട് വൈവിധ്യവും വൈരുദ്ധ്യവും വന്നിട്ടുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ തന്നെ നേരിടുന്ന ഒരു പ്രതിസന്ധി അതാണ്. ഇന്നത്തെ ലോകം വേറൊരു ലോകമാണ്. നാളത്തെ ലോകത്ത് കച്ചവടം ചെയ്യണമെങ്കിൽ, നാളത്തെ ലോകത്ത് ഉൽപ്പാദന മേഖലയെ സമ്പുഷ്ടമാക്കണമെങ്കിൽ നാളത്തെ അറിവ് നമ്മൾ നേടണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചേനെ. ഒരു 10 വർഷം കഴിയുമ്പം ഇന്നത്തെ പല ജോലികളും AI ചെയ്യും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ വക്കീൽ ജോലി, നിയമമെല്ലാം കൃത്യമായി പഠിച്ച ഒരു യന്ത്രം ഉണ്ടെങ്കിൽ ഒരു കോടതിയിൽ നിയമം ഏറ്റവും നന്നായി വാദിക്കാൻ കഴിയുന്ന യന്ത്രത്തിനാണ്, മനുഷ്യനല്ല. അപ്പോൾ ഈ വക്കീലന്മാർ എവിടെ ജോലി ചെയ്യും? ആയിരക്കണക്കിന് പേര് LLB കോഴ്സിന് പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, LLM എടുക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ജോലി വേണമെങ്കിൽ, അതായത് ഇപ്പം സ്വരൂപിച്ച് വെച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും, എല്ലാ ഉത്തരവാദിത്വങ്ങളും, എല്ലാ കണക്കുകളും യന്ത്രങ്ങൾക്ക് ചെയ്യാം. അപ്പോഴൊരു പ്രതിസന്ധി വരും. ആ പ്രതിസന്ധി നിങ്ങൾക്ക് പരിഹരിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യത്വം വേണം. അതായത് എൻ്റെ ആഹാരത്തിൻ്റെ കൂടെ എൻ്റെ അയൽവക്കക്കാരൻ ആഹാരം കഴിക്കാതിരുന്നാൽ നോവുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഞാനൊരു സാമൂഹ്യ ജീവിയാവും. കേരളത്തിലെ ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും സവർണരെയും അവർണരെയും സാമൂഹ്യ ജീവിയാക്കിയ മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു. ഇന്ത്യയിൽ സാമൂഹ്യ ജീവിയാക്കാൻ ശ്രമിച്ച മനുഷ്യനാണ് മഹാത്മാഗാന്ധി. പക്ഷേ അവർ യന്ത്രങ്ങൾക്ക് മുമ്പിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ വലിയൊരു മതിലുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ AC ഉണ്ടെങ്കിൽ, തൊട്ടയൽവക്കത്ത് വീട്ടിൽ കൂരയിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യനെ ഓർക്കാതെ നമുക്ക് പൊരിച്ച കോഴിയും ചപ്പാത്തിയും കഴിച്ച് ഉറങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എത്ര വലിയവരാണെങ്കിലും നിങ്ങൾ മനുഷ്യരല്ല. അപ്പോൾ ആ മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ആവശ്യം. അതിന് നമ്മുടെ മുമ്പിലുള്ള ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരു. അതായത് ഇന്നലത്തെ ലോകമല്ല, ഇന്നലത്തെ ലോകത്ത് ശ്രീനാരായണ ഗുരു അമ്പലത്തിൽ മനുഷ്യനെ വരുത്തി അക്ഷരത്തിൻ്റെ അറിവ് കൊടുത്ത് കൃഷിയെ പഠിപ്പിച്ച്, ഇപ്പോൾ ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് ശ്രീനാരായണ ഒരു കൃത്യമാണ്. ആ കാലത്തെ സമൂഹത്തിൻ്റെ വളർച്ചയെ ഒരു വർഷം അത് റിവ്യൂ ചെയ്യാനാണ് ഡിസംബർ 30, 31. പുതിയ വർഷത്തെ പരിപാടി തയ്യാറാക്കാനാണ്. അത് കൃഷിയിൽ, വ്യവസായത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ആത്മീയതയിൽ, കൂട്ടായ്മയിൽ, കുടുംബത്തിൽ എല്ലാം തയ്യാറാക്കാനാണ് ഈ ശിവഗിരി തീർത്ഥാടനം അദ്ദേഹം ആലോചിച്ചത്. അതായത് ഇപ്പം ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ അസംബ്ലിയാണ് തിരുവനന്തപുരത്തെ അസംബ്ലി. തിരഞ്ഞെടുക്കപ്പെടാത്ത വന്നുചേരുന്ന തീർത്ഥാടകരായ ജനങ്ങളുടെ അസംബ്ലിയാണ് ശിവഗിരി തീർത്ഥാടനം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്തുകൊണ്ടാണ് ഇത് ചിന്തിച്ചത്? അദ്ദേഹത്തിന് കേരളത്തിൻ്റെ അന്നത്തെ പ്രതിസന്ധി കൃത്യമായി അറിയാമായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി മനുഷ്യനെ ഒത്തുകൂടാൻ പറ്റുന്നില്ല. അറിവില്ലാത്തതുകൊണ്ട് വിളിച്ചാൽ വരികയല്ല. മനുഷ്യനെ ഒത്തുകൂടാൻ ആഗ്രഹിക്കുന്ന അന്നത്തെ ഏറ്റവും വലിയ ഇടം ക്ഷേത്രങ്ങളാണ്, ആരാധനാലയങ്ങളാണ്. അവിടെയാണ് വിളിച്ചു കൂട്ടിയത്. അവിടെ വിളിച്ചു കൂട്ടി അവരോട് വെറുതെ പറഞ്ഞാൽ പോരാ. അതുകൊണ്ടാണ് കുമാരനാശാനോട് തന്നെ സത്യവ്രത സ്വാമികൾ ചോദിച്ചത്, എവർക്ക് രസിക്കാവുന്ന തരത്തിൽ എങ്ങനെ പറയാം? അപ്പോൾ സത്യവ്രത സ്വാമികളോട് കുമാരനാശാൻ പറഞ്ഞത്, മനുഷ്യർക്ക് എപ്പോഴും കേൾക്കാൻ ഇഷ്ടം കഥയാണ്. മനുഷ്യർക്ക് ലോകത്ത് മടുക്കാത്ത ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളെല്ലാം വൈകിട്ട് പോയി TV സീരിയൽ കാണുന്നതും അതിനകത്ത് ഒരു കഥയുണ്ടെന്നാണ്. കഥയുടെ ഒരു പ്രത്യേകത, TV സീരിയലിൻ്റെ കഥയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ചില സ്ത്രീകളെല്ലാം പട്ടുസാരി കൊട്ടി അടുക്കളയിൽ ഒരുങ്ങി ചുവന്ന പൗഡറൊക്കെ ഇട്ട് നിങ്ങൾക്ക് കെട്ടാൻ തോന്നും ഇങ്ങനെയും പെണ്ണുങ്ങളുണ്ടോയെന്ന്. എന്നിട്ട് ആ പെണ്ണ് കരഞ്ഞാൽ നിങ്ങളും കരയും. വീട്ടിലെ ഭർത്താവ് കാശില്ലാതെ കരഞ്ഞാൽ കരയത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ സീരിയൽ കണ്ട് കരയുന്ന വെള്ളമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കേരളത്തിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ നിങ്ങൾ കൈയടിക്കാനൊന്നുമല്ല പറഞ്ഞത്. അതായത് നമ്മൾ
കരയാനുള്ള ഒരു ശേഷി നമ്മളിലുണ്ട്, ഇല്ലേ? എല്ലാവരിലും ഉണ്ട്. മിക്കവാറും നമ്മൾ കരയുന്നത് നമുക്ക് വേണ്ടിയായിരിക്കും. ചിലപ്പം നമ്മൾ വല്ല സിനിമയോ സീരിയലോ ഒക്കെ കണ്ട് കരയും. കരയുന്നതിൻ്റെ ഒരു ഗുണം, കരയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നല്ല മനുഷ്യരാകും. ഒരു ക്രിമിനൽ മനുഷ്യനിൽ നിന്ന് നമ്മൾ കരയുമ്പോൾ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനിലേക്കുള്ള പരിവർത്തനമുണ്ട്. അതുകൊണ്ടാണ് കരച്ചിലിൻ്റെ ഗുണം. കൊച്ചുങ്ങൾ കരയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആദ്യം ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ആദ്യം തന്നെ കരയുന്നത് എനിക്ക് ജീവനുണ്ടെന്ന് അറിയിക്കാൻ മാത്രമല്ല, എന്നിൽ ഒരു മനുഷ്യനുണ്ടെന്ന് അറിയിക്കാൻ കൂടിയാണ്. അത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം നിങ്ങളെ കരയിപ്പിക്കാൻ കഴിയുന്ന ഒരു കഥ പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറച്ചുകൂടെ നല്ല മനുഷ്യരാക്കാം. അപ്പം സത്യവ്രത സ്വാമികൾ കുമാരനാശാനോട് ചോദിച്ചു, നമുക്ക് ഈ വന്നുകൂടുന്ന മനുഷ്യർക്ക് സാംസ്കാരിക കേന്ദ്രങ്ങളിലാണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും അവരോട് പറയാൻ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ കേരളത്തിൽ രൂപപ്പെട്ടതാണ് കഥാപ്രസംഗം. ചണ്ഡാലഭിക്ഷുകി സത്യത്തിൽ കഥാപ്രസംഗത്തിന് വേണ്ടി കൂടി എഴുതിയ ഒരു കൃതിയാണ്. ഒപ്പം അതിലൊരു ജാതിബോധത്തെ തകർക്കുന്ന ഒരു സന്ദേശം വേണം. ആ സന്ദേശം കൂടി ചേർത്ത് വന്നുകൂടുന്ന മനുഷ്യരോട് അവർ വന്ന് ഭക്തിയോടുകൂടി അവരുടെ ദുഃഖം ഇറക്കി വെച്ച് അവർ ഉറക്കമൊഴിഞ്ഞിരിക്കുമ്പോൾ അവരോടൊരു കഥ പറയണം, ലളിതമായി പറയണം. ഈ കേരളത്തിലെ കഥാപ്രസംഗം പോലെ ഇത്ര വ്യാപകമായി ഇന്ത്യയിൽ സാധാരണ മനുഷ്യന് വേണ്ടി കഥ പറയുന്ന ക്ഷേത്രവേദികൾ അതിനുപയോഗിക്കുന്ന ഒരു രീതി ഇന്ത്യയിൽ ഒരിടത്തും വളർന്നു വന്നിട്ടില്ല. ഇപ്പോഴതൊരു പ്രതിസന്ധിയിലാണ്. ഈ കഥാപ്രസംഗവും കലകളുമൊക്കെ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ്. കഥാപ്രസംഗമാണെങ്കിലും നാടകമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും മനുഷ്യൻ്റെ മുമ്പിൽ അവനിഷ്ടപ്പെട്ട, അവന് കാണാൻ കേൾക്കാൻ താല്പര്യമുള്ള ഒരു കല അവതരിപ്പിച്ചു. അത് വെറും കലയായിരുന്നില്ല, അതും ഒരു പാഠമായിരുന്നു, ഒരു സന്ദേശമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, നിങ്ങൾ മാറേണ്ടുന്ന ഒരു ആവശ്യകതയായിരുന്നു. അതും കേരളത്തിൽ സംഭവിച്ചതാണ്. ഇതിനെല്ലാം ഒരു പ്ലാനിങ് ഉണ്ട്, ഒരു ദിവസം കൊണ്ട് സംഭവിച്ചല്ല. ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലെല്ലാം ഇതുപോലെ നടന്നില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വന്നപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലുമായി, എല്ലായിടത്തുമായി, എല്ലാ ക്ഷേത്രങ്ങളും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. എല്ലായിടത്തും ആവശ്യമായ തരത്തിലുള്ള കൂട്ടായ്മകളിൽ കല ഒരു ഭാഗമായി. ഇപ്പോഴാ കലയെല്ലാം പ്രതിസന്ധിയിലായി. നമ്മുടെ ക്ഷേത്രങ്ങൾ തന്നെ ഇപ്പോഴൊരു പ്രതിസന്ധിയുണ്ട്. ആൾക്കൂട്ടവും ആനയുമുണ്ട്, വെടിക്കെട്ടും മറ്റ് കാര്യങ്ങളുമുണ്ട്. പക്ഷേ അവിടുന്ന് ഈ സമൂഹം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള, ജീവിത പ്രയാസങ്ങൾക്കുള്ള, പ്രതിസന്ധികൾക്കുള്ള ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല. ദൈവം ഒരു അറിവാണ്, നമ്മുടെ പ്രതിസന്ധിക്കുള്ള ഉത്തരം തരുന്ന അറിവാണ്, ഉത്തരവാദിത്തമുള്ള അറിവാണ്. അത് തരാൻ ദൈവം ഇരിക്കുന്ന ഇടത്തെ എല്ലാ ക്ഷേത്രത്തിനും പള്ളികൾക്കും മറ്റുള്ളവർക്കും ആരാധനാലയങ്ങൾക്കും കഴിയണം. അതൊരു ശ്രീനാരായണ ഗുരു സങ്കല്പമാണ്. അദ്ദേഹം അവസാനം പ്രതിഷ്ഠ നടത്തി അദ്ദേഹം പ്രതിഷ്ഠ വേണ്ടെന്ന് വയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചില പുതിയ പ്രതിഷ്ഠകൾ നടത്തി. അതും കേരളത്തിലെ വിപ്ലവമാണ്. അതായത് കേരളം എന്ന് പറയുന്നത് വിപ്ലവകാരികളെ സൃഷ്ടിച്ച, മനുഷ്യനെ തന്നെ വല്ലാതെ ലോകത്ത് ഒരു ബാലറ്റ് പെട്ടിയിലൂടെ തന്നെ വേണമെങ്കിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്ന മനുഷ്യരെ വിപ്ലവകാരിയാക്കിയ ഒരു ഗുരുവിൻ്റെ നാടാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരും ഇന്ത്യയിലെ മറ്റുള്ളിടത്തെ പോലെയല്ല, ഒരു പാർട്ടിക്കാരും മറ്റുള്ളിടത്തെ പോലെയല്ല. അവരെല്ലാം സാമൂഹ്യമായ ബോധത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഒരു കുടം കണ്ണുനീർ മറ്റുള്ളവർക്ക് വേണ്ടി കരയാൻ കരളിൻ്റെ കോണിൽ സൂക്ഷിക്കുന്നവരായി വളർന്നു. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 2016 അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്ക് ആരാധനാലയങ്ങളല്ല വേണ്ടത്, പള്ളിക്കൂടങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞു.
ഇത്രയധികം സ്കൂളുകളും കോളേജുകളും പഠിക്കാനുള്ള മോഹവും അതിൽ കേരളത്തിൽ ആദ്യം വളരെ സംഭാവന ചെയ്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അത് കഴിഞ്ഞാൽ കേരളത്തിലെമ്പാടും സ്കൂളുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളർന്നു വന്നു. എല്ലാവരും അതിന് സഹായിച്ചു. ശ്രീനാരായണ ഗുരു വയലാറിൽ കളവങ്കോടത്ത് പ്രതിഷ്ഠ നടത്താനെത്തുമ്പം, അവിടുത്തെ ആവശ്യപ്രകാരം പ്രതിഷ്ഠ നടത്താനെത്തുമ്പം അവിടെ വലിയൊരു തർക്കമുണ്ടായി. തർക്കമുണ്ടായെന്ന് വെച്ചാൽ അന്ന് ഈ സഹോദര സംഘം ഉണ്ടായി. സഹോദരൻ അയ്യപ്പൻ്റെ അവർ ഈ ക്ഷേത്ര പ്രതിഷ്ഠയും വിഗ്രഹപ്രതിഷ്ഠയും ഒക്കെ എതിർക്കുന്നവരാണ്. അപ്പോൾ അവരവിടെ ചെന്ന് അവിടുത്തെ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിനെ ക്ഷണിച്ചവരും ഇവരും തമ്മിലൊരു തർക്കമുണ്ടായി. ക്ഷണിച്ചവരവിടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ടാക്കി, ഒരു കല്ലിൽ കൊത്തിയ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഈ സഹോദര സംഘം അങ്ങനെ ശ്രീനാരായണ ഗുരു ചെയ്യാൻ പാടില്ല. കാരണം ശ്രീനാരായണ ഗുരു മുരുക്കുമ്പുഴ പ്രഭപ്രതിഷ്ഠ നടത്തി, തൃശ്ശൂർ ദീപപ്രതിഷ്ഠ നടത്തി. അപ്പോൾ അതുകൊണ്ട് ശ്രീനാരായണ ഗുരു വിഗ്രഹമല്ല പ്രതിഷ്ഠിക്കുന്നത്, കുറച്ചുകൂടെ വളരുകയാണ്, മാറുകയാണ്. മാറുന്ന കേരളത്തിനനുസരിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്രസങ്കല്പവും മാറുകയാണ് എന്നവർ തിരിച്ചറിഞ്ഞ് ഗുരുവിനോട് അവർ പറഞ്ഞു, വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പാടില്ല, ഒരു ദീപം പ്രതിഷ്ഠിച്ചാൽ മതി. അപ്പോൾ ശ്രീനാരായണ ഗുരു രണ്ടുപേരും തമ്മിലുള്ള തർക്കം, ഈ തർക്കം പരിഹരിക്കുന്നതിൽ ഒരു ഗുരു ഏതെങ്കിലും ഒരു പക്ഷത്ത് ചാന്നുപോയാൽ തർക്കം നിലനിൽക്കും. മൂന്നാമതൊന്നുണ്ടെങ്കിലേ തർക്കം തീരൂ. നമ്മുടെ കുടുംബ തർക്കങ്ങളൊക്കെ എങ്ങനെയാണ്, ഇപ്പം തീർക്കാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് കോടതി പോയി കുടുംബ ബന്ധങ്ങൾ പിരിയുന്നത്. ഇടപെടാൻ ആളില്ല. പണ്ട് കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന കാലത്ത് ഇടപെടാൻ ആളുണ്ടായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. അപ്പം ശ്രീനാരായണ ഗുരു ഈ രണ്ട് തർക്കക്കാർ ഒത്തുതീർപ്പിലെത്താതെ ഇങ്ങനെ നിൽക്കുമ്പം ശ്രീനാരായണ ഗുരു ഒരാളെ വിളിച്ച് പറഞ്ഞു, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കമ്പോളം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓരോന്നും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പോയി ഒരു കണ്ണാടി മേടിച്ചോണ്ട് വരാം. അങ്ങനെ തർക്കത്തിൻ്റെ പരിഹാരമായിട്ടാണ് കണ്ണാടി വരുന്നത്. അപ്പോൾ അദ്ദേഹം പോയി ഒരു കണ്ണാടി മേടിച്ചുകൊണ്ട് വന്നു. കണ്ണാടി മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അതൊന്ന് മുറിച്ചെടുത്ത് അതിൻ്റെ പിറകിലെ ഒരു ചെറിയ സ്ഥലത്തെ രസം ചുരണ്ടിക്കളയാൻ പറഞ്ഞു. ചുരണ്ടിക്കളഞ്ഞിട്ട് ഒരാളോട് പറഞ്ഞു, നിങ്ങൾ എഴുത്തറിയാമെങ്കിൽ ഓം എന്നെഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എഴുതാൻ നിയോഗിച്ച ആളിന് ഈ ശ്രീനാരായണ ഗുരുവും അവിടുത്തെ തർക്കവും കണ്ണാടിയും ഇതൊക്കെ കൂടെ വന്നപ്പം അദ്ദേഹത്തിൻ്റെ കൈ വിറച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു. അദ്ദേഹം ഓം എന്നെഴുതാൻ പറ്റിയില്ല, ഓം എന്നാണ് എഴുതിയത്. ദീർഘം വന്നില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു, അതിലും സാരമില്ല, അതിലും അർത്ഥമുണ്ടെന്ന്. അത് പ്രതിഷ്ഠിച്ചു. അതായത് ശ്രീനാരായണ ഗുരു മനുഷ്യൻ്റെ വളർച്ചയെ, അവൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതയെ, അവൻ്റെ കൂട്ടായ്മയെ, ആ കൂട്ടായ്മയിൽ നിന്ന് രൂപപ്പെടുന്ന പാകതയില്ലാത്ത തർക്കങ്ങളെ എല്ലാത്തിനെയും മനുഷ്യൻ്റെ പരിമിതിയായി, അത് മറികടക്കേണ്ട കാലം വരുമ്പോൾ മറികടക്കും മനുഷ്യൻ എന്ന വിശ്വാസത്തിൽ അംഗീകരിച്ച് പോയ ഒരാളാണ് അദ്ദേഹം. അവിടെ അത് പ്രതിഷ്ഠിച്ചിട്ടു. അപ്പം മറ്റുള്ളവർ പറഞ്ഞു, ഇത് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അത് കൂടെ വന്നവരോട് പറഞ്ഞു, അത് ഇതിൻ്റെ അതിലോ എവിടെയെങ്കിലും അതും പ്രതിഷ്ഠ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം അവസാനം പ്രതിഷ്ഠിച്ച ഉള്ളലയാണ്, വൈക്കത്തിനിപ്പുറമുള്ള ഉള്ളല. അതാണ് ഓംകാരേശ്വര ക്ഷേത്രം. അവിടെ കൃത്യമായി കണ്ണാടിയും ഓമും ഒക്കെ എഴുതി. അതുകൊണ്ട് അത് ഓംകാരേശ്വര ക്ഷേത്രമായി. അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ സങ്കല്പം എന്താ? ക്ഷേത്രം ഉണ്ടാവുന്ന എന്തിന്? നിങ്ങൾ വളരാനാണ്. നിങ്ങളെ വളർത്താൻ കഴിയാത്ത ഒരു ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റിയതല്ല. പള്ളിയാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും പള്ളിക്കൂടമാണെങ്കിലും വീടാണെങ്കിലും നിങ്ങളെ വളർത്താൻ കഴിയണം. വളർത്താൻ കഴിയുന്നതേ ക്ഷേത്രങ്ങളായി സമൂഹത്തിൽ വിപുലമായ തരത്തിൽ മനുഷ്യന് അറിവ് കൊടുത്ത് നിലനിൽക്കേണ്ടതുള്ളൂ. എത്ര കോടി രൂപ മുടക്കുന്നു എന്നതല്ല, എത്രത്തോളം വലുതാവുന്നു എന്നതല്ല, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മൊത്തം സമ്പത്തിൻ്റെ ഒരു പങ്ക് അവിടെ ഉപയോഗിക്കുന്നു എന്നതല്ല. രാജ്യത്തുള്ള പ്രതിസന്ധിക്ക്, മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും മറ്റ് ജീവജാലങ്ങളുടെയും പ്രതിസന്ധിക്കും പരിഹാരമാവണം. ഗുരുവിൻ്റെ ക്ഷേത്രസങ്കല്പം അതായിരുന്നു. മനുഷ്യൻ ഒത്തുചേരുന്നിടത്ത് മനുഷ്യന് ഒത്തുപോകാൻ കഴിയുന്ന ഒരു അറിവ് കിട്ടണം.
ഒരു മതേതരത്വപൂർവമായ ജനാധിപത്യപരമായ അറിവ് കിട്ടണം. ആ അറിവ് കിട്ടിയാലേ നിങ്ങൾക്ക് വളരാൻ പറ്റൂ. നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ പുതിയ അറിവുകൾ കൊടുക്കുന്ന കൊച്ചു പാത്രങ്ങളായി ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുമുള്ള കലാലയങ്ങളോ കലാശാലകളോ വായനശാലകളോ മാറണം. അവിടെ നിങ്ങൾ സന്തോഷത്തോടെ വന്നിരുന്ന് ഗുരുക്കന്മാരിൽ നിന്ന് പലതും കേൾക്കണം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇന്ന് ഒരുപാട് പ്രതിസന്ധികളുണ്ട് സമൂഹത്തിൽ. ആ പ്രതിസന്ധികളിൽ ഒരു പ്രതിസന്ധി നമ്മുടെ കൂട്ടായ്മ തകരുന്നു എന്നതാണ്. കൂട്ടായ്മ തകരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുതിയ ലോകത്തെക്കുറിച്ച് നമുക്ക് അറിവില്ല എന്നതാണ്. നമുക്ക് രണ്ടുപേർക്ക് കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ ബന്ധം പിരിഞ്ഞു പോകും. ഒരാളെ ഉൾക്കൊള്ളുന്നത് പല തരത്തിലാണ്. ഒരാൾക്ക് ഒരാളെ ഉൾക്കൊണ്ട് മറ്റേയാൾക്ക് അതിനേക്കാൾ എന്നെ ഉൾക്കൊണ്ടയാളെ എനിക്ക് ഉൾക്കൊള്ളണമെന്ന് തോന്നുന്ന ത്യാഗത്തിൻ്റെ ഒരു തലത്തിൽ വയ്ക്കുന്ന കാറ്റത്തണയാത്ത വിളക്കാണ് ദാമ്പത്യം. അത് ലളിതമായി പറ്റൂ. ഞാനൊരു കാര്യം പറയുന്നു, ഇപ്പോഴീ ആർഭാടകരമായി 10,000 പേരെ വിളിച്ച് നാട്ടിൽ മുഴുവൻ മാലിന്യം ഉണ്ടാക്കി ഒരു 500 പവനും ഇട്ട് ഒരു അംബാസഡറല്ല, ഇപ്പോൾ അംബാസഡറൊന്നുമില്ല, ഒരു BMW എങ്ങാനും കൊടുത്ത് നടത്തുന്ന കല്യാണങ്ങൾ മിക്കവാറും 5-6 മാസം കഴിയുമ്പം പിണങ്ങി പിരിയുകയാണ്. അല്ലെങ്കിൽ അവർ നാട്ടുകാരെ ഓർത്ത് പിണങ്ങി പിരിഞ്ഞില്ലെങ്കിലും പിണങ്ങി ജീവിക്കുകയാണ്. കാരണം അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. പണ്ട് പൊരുത്തപ്പെടാൻ പറ്റാതിരുന്നത് ബ്രാഹ്മണർക്കും ദളിതനുമായിരുന്നു, അല്ലെങ്കിൽ ഈഴവർക്കും നായർക്കുമായിരുന്നു, അല്ലെങ്കിൽ ഹിന്ദുവിനും മുസ്ലിമിനുമായിരുന്നു. ഇപ്പം പൊരുത്തപ്പെടാത്തുള്ളത് അവരവരുടെ വീട്ടിലാണ്. പുറത്തു വേണമെങ്കിൽ പൊരുത്തപ്പെടും. വലിയ വീട്ടിനകത്ത് പൊരുത്തപ്പെടൽ കുറവാണ്. അതൊരു മഹാപ്രശ്നമായി നിങ്ങൾ കാണണം. ചിലരെല്ലാം മകൻ പോയി വിദേശത്തൊക്കെ പഠിച്ച് ഒരു 500 പവനുമൊക്കെ മേടിച്ച് ഒരു 10 ലക്ഷം രൂപയൊക്കെ മേടിച്ച് ഒരു വലിയ കാറുമൊക്കെ മേടിച്ച് വീട്ടിൽ വരുന്ന മരുമകൾ, സ്വാഭാവികമായിട്ടും 500 പവനിട്ട് വരുന്ന ഒരു മരുമകൾ സ്വല്പം അഹങ്കാരത്തോടു കൂടിയായിരിക്കും വരുന്നത്. അപ്പം മരുമകൾ ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് അകത്തോട്ട് കയറുമ്പം അമ്മായിയമ്മ വിളക്ക് കൊടുക്കുമ്പോഴേ മരുമകൾ കുനിഞ്ഞ് മേടിക്കണമെന്നില്ല. കാരണം ഈ 500 പവൻ്റെ ഭാരമുണ്ട് കയ്യിൽ. മേടിക്കുമ്പോൾ അമ്മായിയമ്മ മകളോട് പറയും, നിനക്ക് ഞാനൊരു പണി തരുമെന്ന്. അപ്പം മരുമകൾ മനസ്സിൽ പറയും, നിന്നെ ഞാനൊന്ന് ഒതുക്കിയിട്ടേ പോകുമെന്ന്. അപ്പം പിറ്റേന്ന് തൊട്ട് ആരംഭിക്കുകയാണ്. 5-6 ദിവസം കഴിയുമ്പം തന്നെ മരുമകൾ ഭർത്താവിനോട് പറയും, മകനോട് പറയും, നമുക്കൊരു വാടക വീട്ടിലേക്ക് മാറാമെന്ന്. പണ്ട് ദശരഥൻ്റെ മകനായ രാമൻ ദശരഥന് വേണ്ടി കാട്ടിലേക്ക് പോയപ്പോൾ കൂടെ പോയതാണ് സീത. ഇപ്പം രാമനല്ല ആദ്യം ഇറങ്ങുന്നത്, സീത ആദ്യം ഇറങ്ങും. കാട്ടിലേക്കല്ല, വാടക വീട്ടിലേക്കാണ്. 5-6 മാസം കഴിയുമ്പം കോടതി പോയി പിരിയുകയും ചെയ്യും. ഇതിന് പരിഹാരം എങ്ങനെയാണ്? ഇതിന് പരിഹാരം ശ്രീനാരായണ ഗുരു പറഞ്ഞത് ലളിതമാവുക എന്നാണ്. നിങ്ങൾ കുറച്ചാൾ മാത്രം കൂടുക എന്നാണ്. പെണ്ണിനും ചെറുക്കനും അവരെ നിങ്ങൾക്ക് സ്നേഹത്തോടുകൂടി സമീപിക്കാൻ കഴിയുന്ന ചെറിയ ഇടത്ത് മാത്രമേ വലിയ സ്നേഹം ഉണ്ടാവൂ. നിങ്ങൾ ആർഭാടം കുറച്ച് ഒരു കറുത്ത ചരടിൽ താലി കെട്ടിയാൽ ആ പെണ്ണിന് അഹങ്കാരം ഉണ്ടാവില്ല, ആ ചെറുക്കനും അഹങ്കാരം ഉണ്ടാവില്ല. അവർക്കൊരു കൊച്ചുണ്ടായാൽ 2 പേർക്ക് കൂടി എത്ര പാടുപെട്ടും ഇതിനെ വളർത്തണമെന്ന് തോന്നും. അതൊരു മോഹമാണ്. ലാളിത്യത്തിൽ നിന്നേ വലിയ യോജിപ്പിൻ്റെ മോഹങ്ങളുണ്ടാവൂ. ആർഭാടത്തിൽ നിന്ന് അഹങ്കാരമേ ഉണ്ടാവൂ. ആർഭാടത്തിൻ്റെ സഹോദരനാണ് അഹങ്കാരം. ഇന്ന് എവിടെയുമുള്ളത് ആർഭാടമാണ്. ഇതന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ആർഭാടം കൊണ്ട് കഴിഞ്ഞ വർഷം കേരളത്തിൽ കുടുംബ കോടതികളിൽ ദാമ്പത്യ ബന്ധം വേർപിരിയാൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ 63,886. അപ്പോൾ ശ്രീനാരായണ ഗുരു ഇന്ന് ലൈവ് ആവേണ്ടത് എവിടെയാണ്? ഇന്നാദ്യം ലൈവ് ആവേണ്ടത് കുടുംബത്തിലാണ്. അന്ന് ശ്രീനാരായണ ഗുരു കുടുംബങ്ങൾക്ക് ഒത്തുചേർന്ന് സങ്കടങ്ങൾ പങ്കുവെച്ച് അത് സന്തോഷമാക്കി മാറ്റി ഒരു കഥയും കേട്ട് ചില പുതിയത് പഠിച്ച്
തിരിച്ചു പോകാനാണ് ക്ഷേത്രപ്പറമ്പുകളെ മാറ്റിയത്. ഇന്ന് ആ ക്ഷേത്രപ്പറമ്പിൽ നിങ്ങൾ പോകുന്നത് യോജിക്കാനല്ല, നിങ്ങളുടെ തന്നെ ഒരു ആനയെ കൊടുത്തോ ഒരു പരിപാടി നടത്തിയോ അതിൻ്റെ അഹങ്കാരം കാണിക്കാനാണ്. നിങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് വഴക്ക് കൂടി ജീവിക്കുകയാണ്, നിങ്ങൾ മിണ്ടാതെ കഴിയുകയാണ്. നിങ്ങൾ പൊരുത്തപ്പെടാത്ത, അതായത് പണം നമ്മുടെ ഒരുപാട് പൊരുത്തങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ആർഭാടം നമ്മുടെ ത്യാഗമനോഭാവത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. നമ്മളിൽ അഹങ്കാരത്തെ ഒരുപാട് വലുതാക്കിയിട്ടുണ്ട്. ഇന്ന് ക്ഷേത്രപ്പറമ്പിലോ അല്ലെങ്കിൽ പള്ളിപ്പറമ്പിലോ സിനിമാ തിയേറ്ററിലോ പോയി നമുക്ക് അഹങ്കാരം ഇറക്കി വയ്ക്കാൻ പറ്റിയ കലാപരിപാടികളോ മറ്റ് കാര്യങ്ങളോ കാണാനോ കേൾക്കാനോ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ അഹങ്കാരവുമായി പൊരുത്തപ്പെടാത്ത കുറച്ച് പേർ വഴക്കുകൂടി ജീവിക്കുന്ന സിമൻ്റ് ജയിലുകളായി നമ്മുടെ വീടുകൾ മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് കാരുണ്യമുള്ള നല്ല മനുഷ്യരായി മാറാൻ ശ്രീനാരായണ ദർശനങ്ങൾ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് ശ്രീനാരായണ ദർശനങ്ങളെ ലൈവാക്കാൻ പറ്റൂ. എല്ലാ വീടും ക്ഷേത്രമാണെന്ന് കരുതണം, എല്ലാ അറിവും ദൈവമാണെന്ന് കരുതണം. ഏതറിവ് സ്വീകരിക്കാനും ഒരു ഹൃദയത്തിന് കഴിയണമെങ്കിൽ ആ ഹൃദയത്തിൽ അഹംഭാവവും അഹങ്കാരവും ഉണ്ടാവരുത്. അഹങ്കാരമുള്ള ഒരിടത്തും ഒരു ദൈവവും ഇരിക്കുകയല്ല, എല്ലാ ദൈവവും നല്ല അറിവാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു നിങ്ങളുടെ ഹൃദയത്തെ ക്ഷേത്രമാക്കി മാറ്റാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വെറുപ്പിൻ്റെ ചെകുത്താനെ കയറ്റി വെച്ച് മറ്റുള്ളവരെ വെറുക്കാനുള്ള ഒരുപാട് പരിശീലനം നടത്തി നമ്മൾ മറ്റുള്ളവരോട് മിണ്ടാനും സ്നേഹിക്കാനും നമുക്ക് കഴിയാതെ പോവുകയാണ്. രണ്ടാമത്തെ പ്രശ്നം, വരുന്ന പ്രതിസന്ധികളുണ്ട്. നമ്മൾ പഠിച്ച എല്ലാവർക്കും ഇവിടെ ജോലി വേണമെങ്കിൽ ഇവിടെ ജോലി ചെയ്യാവുന്ന ഉൽപ്പാദന മേഖലയെ നമ്മൾ വളർത്തിയെടുക്കണം. അത് ഒരു ഗവൺമെൻറ്റിനും ഇനി എത്രത്തോളം പറ്റുകയില്ല. അതിനുള്ള പരിശീലനം ചെറുപ്പത്തിനും കുടുംബത്തിനും ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ വലിയൊരു പങ്ക് വിദേശത്ത് പോയി പൗരത്വം സ്വീകരിക്കും. വിദേശത്ത് പോയി പൗരത്വം സ്വീകരിച്ചാൽ അവിടുത്തെ കാലാവസ്ഥയും അവരുടെ സ്വാതന്ത്ര്യവും, അതായത് ഇവിടെ വീട്ടിൽ കുടിക്കാൻ അവകാശമില്ലാത്ത ഒരു ചെറുക്കന് ലണ്ടനിൽ പോയാൽ രാവിലെ മുതൽ കുടിക്കാം, അതിൻ്റെ പൈസയും കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരാൾ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ തീരുമാനിച്ചാൽ അമ്മ അവന് വിലപ്പെട്ടതല്ലാതാവും, നാടവന് വിലപ്പെട്ടതല്ലാതാവും, അച്ഛൻ വിലപ്പെട്ടതല്ലാതാവും, നാട്ടിലെ കൂട്ടുകാരും വീട്ടുകാരും വിലപ്പെട്ടതല്ലാതാവും, അവൻ്റെ സുഖജീവിതം വിലപ്പെട്ടതാവും. അവൻ പ്രായമാകുമ്പോൾ അവന് വിലപ്പെട്ട അവൻ്റെ നാട്ടിലേക്ക് വരാൻ മോഹമുണ്ടാവും. അപ്പോഴവൻ്റെ കൊച്ചുങ്ങൾ അവനെ വിടുകയല്ല, അവൻ അവരുടെ ബന്ധനത്തിലാവും. ഇതിന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇവിടെ തൊഴിലുണ്ടാവണം. ഇവിടെ അവനെ പിടിച്ചു നിർത്താവുന്ന അല്ലെങ്കിൽ അവളെ പിടിച്ചു നിർത്താവുന്ന സ്നേഹത്തിൻ്റെ മധുരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. സ്നേഹത്തെക്കാൾ ബലപ്പെട്ട മറ്റേതെങ്കിലും ഒന്ന് ലോകത്ത് കിട്ടിയാൽ മനുഷ്യന് മതി വരികയില്ല. മനുഷ്യന് മതി വരുന്നത് സ്നേഹമാണ്. ചിലപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ഏറ്റവും സങ്കടമുള്ള നിമിഷത്തിൽ ഒരു മോക്ക് അവൻ്റെ അമ്മ നെറ്റിയിൽ കൊടുക്കുന്ന ഒരു മുത്തത്തെക്കാൾ വിലപ്പെട്ടതായി ഈ ലോകം മുഴുവൻ കിട്ടിയാലും ചിലപ്പോൾ തോന്നുകയല്ല. അപ്പോൾ അത് പ്രധാനമാണ്. എന്നോട് ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് ഈ കണ്ണൂർ ജില്ലയിൽ അവിടുത്തെ ഒരു MLA പറഞ്ഞു, അവിടുത്തെ കുട്ടികളിൽ കുറച്ച് പേര് ഈ ചാറ്റിംഗ് നടത്തി ഈ 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നവർ വീട് വിട്ടുപോയി, അവരെല്ലാം ചതിക്കപ്പെട്ടു. അപ്പോൾ അവരാലോചിച്ചു എന്തുണ്ടൊരു വഴിയെന്ന്. അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ഒരു നല്ല സ്ത്രീയായിരുന്നു. അവർ പറഞ്ഞു വേറൊന്നും വേണ്ട, ആ കൊച്ചുങ്ങൾക്ക് വീട്ടിൽ നിന്ന് വേണ്ടത്ര സ്നേഹം കിട്ടുന്നു എന്ന് തോന്നാത്തത് കൊണ്ടായിരിക്കും പുറത്തുനിന്ന് സ്നേഹം കിട്ടിയാൽ ആ സ്നേഹം ശരിയാണെന്ന് ധരിച്ചു പോയി ചതിക്കപ്പെടുന്നത്. അപ്പോൾ എവിടെ നിന്നാണോ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്നത്? ഒരു കൂട്ടുകുടുംബത്തിലെ കുട്ടി ഒളിച്ചു പോകാൻ പാടാണ്. കാരണം അമ്മമ്മ, അപ്പൂപ്പൻ, അമ്മാവൻ, ചെറിയമ്മ, സഹോദരി, ചേച്ചി, അനിയത്തി, ആ സ്നേഹം വിട്ടുപോകാൻ പറ്റുകയില്ല. അണുകുടുംബത്തിലെ കുട്ടിക്ക് വിട്ടുപോകാൻ എളുപ്പമാണ്. കാരണം വേണ്ടത്ര സ്നേഹം കിട്ടുന്നില്ല. ചിലപ്പോൾ അച്ഛൻ വിദേശത്തായിരിക്കും, അമ്മ മാത്രമായിരിക്കും നാട്ടിൽ. അമ്മയ്ക്ക് ഒരുപാട് വിഷമങ്ങളുള്ളത് കൊണ്ട് മിണ്ടാൻ പോലും സമയം കിട്ടുകയില്ല.
ആ കുട്ടി പുറത്തൊരു സ്നേഹം കിട്ടിയാൽ ഒരുപക്ഷെ പോവും. അതുകൊണ്ട് ആ ഹെഡ് മിസ്ട്രസ് തീരുമാനിച്ചത് എല്ലാ അമ്മമാരും രാവിലെ മകൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ച് ഒരു മുത്തം കൊടുക്കുക, സൂക്ഷിച്ച് വരണമെന്ന് പറയുക. ആ മുത്തം കൊടുത്ത് അമ്മയുടെ മുത്തം ഒന്ന് കിട്ടാൻ ആ കൊച്ച് പോകാൻ നേരം ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ഒരു 10-12 ദിവസം കൊണ്ട് കൊച്ചിനെ എത്തിക്കാം. അവസാനം അതിൻ്റെ റിസൾട്ട് വന്നു 6 മാസം കഴിഞ്ഞപ്പം പിന്നെ ആ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയും വിട്ടുപോയില്ല. അപ്പോൾ ഒരു മുത്തത്തിൻ്റെ വില, അതിൻ്റെ വലിപ്പം എത്ര മധുരതരമാണെന്ന് നമുക്ക് മനസ്സിലായി. പണ്ട് നമ്മുടെ വീട്ടിലെ കുട്ടികൾ അമ്മയോടും അമ്മയോടും എല്ലാം പറഞ്ഞിട്ടേ പോകും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. കാരണം അവർ ആ വാക്ക് ആഗ്രഹിക്കും. അമ്മമ്മയാണെങ്കിൽ തലയിലൊരു തലോടൽ കൊടുക്കും, അതാഗ്രഹിക്കും. നമുക്കിപ്പം നമ്മുടെ കുടുംബത്തിൽ ചുരിദാർ കൂടുതൽ മേടിച്ച് കൊടുക്കുന്നുണ്ട്, മുട്ടായി മേടിച്ച് കൊടുക്കുന്നുണ്ട്, പണം കൂടുതൽ കൊടുക്കുന്നുണ്ട്, പക്ഷേ മുത്തം കൊടുക്കുന്നില്ല, ഒരു നല്ല വാക്ക് പറയുന്നില്ല, ഒരു തലോടൽ കൊടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കേണ്ടത്. ശ്രീനാരായണ ഗുരുവും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങളെ വിട്ടുപോകാൻ പറ്റാത്ത തരത്തിൽ നിങ്ങളും അവരും തമ്മിലുള്ള ആത്മബന്ധം, 2 മനസ്സുകൾ തമ്മിൽ വിശുദ്ധിയുള്ളതായി മാറുന്നതായി തോന്നണം. 2 നല്ല മനസ്സുകൾക്കിടയിൽ ശൂന്യത ഉണ്ടാവുകയില്ല. ഇത് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. അമേരിക്കയിൽ ഭർത്താവും വർക്കല ഭാര്യയുമായി ഇരിക്കുമ്പോഴും അവർ 2 ഭൂഖണ്ഡത്തിലാണെങ്കിലും വിശുദ്ധിയുള്ള മനസ്സുകളാണെങ്കിൽ അവർ ഒന്നായിരിക്കും. ശരീരമേ 2 കാണും. അതേപക്ഷം വർക്കല ഒരു കട്ടിലിൽ ഒരുമിച്ച് കഴിയുമ്പോഴും വിശുദ്ധിയുള്ള മനസ്സല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് 2 ഭൂഖണ്ഡങ്ങളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചതിക്കുന്നത് ശരീരമല്ല, ചതിക്കുന്നത് മനസ്സാണ്. നാളെ ഒരുപാട് ജോലികളില്ലാതാവുമ്പം, ഒരുപാട് പ്രയാസങ്ങൾ സമൂഹത്തിൽ വന്നു ചേരുമ്പം, ഒരുപാട് വീട്ടുകളിൽ പട്ടിണി വരുമ്പം, ഒരുപാട് വീടുകളിൽ അധികം ആഹാരമായിരിക്കും, അധികം ജോലിയായിരിക്കും. അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ശ്രീനാരായണ ഗുരു ഉണ്ടെങ്കിൽ, മഹാത്മാഗാന്ധി ഉണ്ടെങ്കിൽ, യേശുദേവനും നബിയും കൃഷ്ണനും അയ്യപ്പനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, എൻ്റെ ചുറ്റുപാട് ഉള്ളവൻ കൂടിയാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അവന് കൂടി തൊഴിലുണ്ടെങ്കിലേ, അവന് കൂടി ആഹാരമുണ്ടെങ്കിലേ, അവന് കൂടി ചിരിയുണ്ടെങ്കിലേ, അവൻ്റെ മനസ്സിൽ കൂടി സന്തോഷമുണ്ടെങ്കിലേ ഞാനുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ സന്തോഷം വ്യർത്ഥമാണെന്ന് കരുതുക. അങ്ങനെ കരുതുന്ന ഒരു സാമൂഹ്യാവസ്ഥ കേരളത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ സൃഷ്ടിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. ജാതി മൂലവും പണം മൂലവും ദൈവത്തെ നിയന്ത്രിച്ചുകൊണ്ടും അറിവില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് അന്ധവിശ്വാസത്തിൻ്റെ ഇരുട്ടിൽ ആ സമൂഹത്തെ കിടത്തി, ആ സമൂഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി സുഖിച്ച ഒരു ജനതയുടെ സുഖം ദുഃഖമാണെന്ന് മുകളിലുള്ളവരെ പഠിപ്പിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ അനുയായികൾ ബ്രാഹ്മണരും ക്ഷത്രിയരും നായരും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ആയിരുന്നു. അത് ശരിയാണെന്ന് വെച്ചാൽ അന്ന് അറിവ് കൂടുതലുള്ളത് അവർക്കായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ കൂടെയുള്ള പിന്നോക്ക സമുദായങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികളായി ഒരുപാട് വന്നത് കാലത്തിന് ശേഷമാണ്. കുമാരനാശാനും സഹോദരൻ അയ്യപ്പനും ഒക്കെ പ്രവർത്തിച്ചതിന് ശേഷമാണ്. കാരണം പുതിയ അറിവ് കിട്ടിയപ്പോഴാണ്. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് ദൈവത്തെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ദൈവത്തെ കൈവശം വെച്ചിരുന്നവരെ കൂടി താഴേക്കുള്ള മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന, അത് അച്യുതമേനോൻ പറഞ്ഞിട്ടുണ്ട്, EMS പറഞ്ഞിട്ടുണ്ട്, AKG പറഞ്ഞിട്ടുണ്ട്, PKV പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇറങ്ങി വന്നത്. അങ്ങനെ ഇറങ്ങി വന്നവരൊക്കെ കൂടി ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്താണ് ഇത്ര പിന്നോക്കക്കാർ രാഷ്ട്രീയ നേതാക്കന്മാരായത്, ഇത്ര പിന്നോക്കക്കാർ ജോലിക്ക് അർഹതപ്പെട്ടവരായത്, സമൂഹത്തിൻ്റെ നിരപ്പാർന്ന സമതല ഭൂമിയിലേക്ക് നടക്കാൻ പഠിച്ചു വന്നത്. അതിന് ആദ്യം വലത്തുകാൽ വെച്ച് മനുഷ്യനെ ഇറക്കാൻ ഒരു വഴി വെട്ടി തെളിച്ചു കൊടുത്ത ഗുരുവിൻ്റെ ക്ഷേത്രസങ്കല്പം ദൈവസങ്കല്പത്തെക്കാളപ്പുറം മനുഷ്യനെ ഒത്തുകൂടാനുള്ള, അവൻ അറിവിൻ്റെ പുതിയ വഴികൾ തേടാനുള്ള, അവിടെ ഒരുമിച്ച് കൈകോർത്തിറങ്ങാനുള്ള ഒരു മധുരമായ മനോഹരമായ മാനവികതയുടെ വളർച്ചയുടെ പൂർണ്ണതയിലേക്കുള്ള യാത്രയുടെ ആരംഭം ക്ഷേത്ര പറമ്പുകളാകട്ടെ എന്ന് കരുതിയാണ് അദ്ദേഹം അതിനാദ്യകാലത്ത് വിപുലമായ അളവിൽ പിന്തുണ കൊടുത്തതും പിന്നെ അവിടെ കലാശാലകൾ നിർമ്മിച്ച് പുതിയ കാലത്തിലേക്ക് കടക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതും.
തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇന്നത്തെ കാലത്ത് ലൈവാകാൻ വേണ്ടി നിങ്ങളാലായത് പുതിയ തരത്തിൽ ചിന്തിച്ച് പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണമെന്ന അഭ്യർത്ഥനയോടെ വാക്കുകൾ കേട്ടതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.